അസ്സലാമു അലൈക്കും. ഈ ചരിത്ര മുഹൂർത്തം ചരിത്രത്തിൻ്റെ താളുകളിൽ എക്കാലവും എഴുതപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വേദ പുസ്തകത്തെ കൂടാതെ ഇതര ഗ്രന്ഥങ്ങൾ വായിക്കുവാനോ പഠിക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു ജനസമൂഹമായിരുന്നു ക്രൈസ്തവ ലോകം. എന്നാൽ ഇങ്ങനെ മനോഹരമായൊരു വേദി നമുക്കൊരുക്കി തന്ന എം അക്ബർ സാഹിബിനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉടനീളം അദ്ദേഹം ആവർത്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കണം, വായിച്ച് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് കാണാവുന്ന ഒരു മാർഗമുണ്ട് എന്ന്. അപ്പൊ ഞാനും എൻ്റെ സ്നേഹിതന്മാരും കൂടെ ആ ചലഞ്ച്, ആ വെല്ലുവിളി ഏറ്റെടുത്ത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ബാക്കി കാര്യങ്ങളോട് പറയാൻ പറ്റൂല, അതുപോലത്തെ കാര്യങ്ങളാ. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ആരംഭിച്ചപ്പോൾ വേറൊരു ഇൻഡാസ് എന്താണെന്നറിയണ്ടേ, മൂപ്പർ ഇങ്ങനെ ക്രിസ്ത്യ സംവാദം നടത്തുകയാണ്, ഇസ്ലാം ക്രൈസ്തവ സംവാദം എന്നും പറഞ്ഞു. അപ്പൊ അവിടെ വിളിച്ചു വരുത്തുന്ന ആളുകളൊക്കെ ഒന്നും അറിയാത്തവരാണെന്നുള്ള ധാരണ അദ്ദേഹം തന്നെ സുവിശേഷം പറയും. ആ സുവിശേഷം എന്താണ്? പൗലോസ്ലീഹ പറഞ്ഞത് ആ സുവിശേഷം, മറ്റൊരു സുവിശേഷം. അപ്പൊ അത് കേട്ട് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ലവ് ജിഹാദിലേക്കും റോമിയോയിലേക്കൊക്കെ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളിപ്പോ ഹലാൽ ഇളകിയിരിക്കുകയാണ് മൂപ്പർക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സംവാദത്തിന് മൂപ്പരെ വിളിച്ചപ്പോൾ വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലായി. എന്ന ഒരു കാര്യമുണ്ട്, ഈ മൂപ്പരെ നമ്മൾ വിളിച്ചതിന് മുമ്പ് ഇദ്ദേഹം കേരളത്തിൽ അനേകരെ വിളിച്ചിങ്ങാണ്ട് നടന്നിരുന്നു. ഇപ്പൊ മൂപ്പരെ നമ്മൾ വിളിക്കാൻ തുടങ്ങിയപ്പം മൂപ്പരി പരിപാടി നിർത്തിയെന്നാ പറഞ്ഞേ. അപ്പം ഈ ഖുർആൻ എന്താണെന്ന് ആദ്യം അറിഞ്ഞാലേ നമ്മൾ ഈ പറയുന്നതായ പടച്ചോൻ അല്ലെങ്കിൽ സൃഷ്ടികർത്താവും കാരുണ്യവാനും കാരുണ്യനിധിയുമായിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനൊരു മലബാറിയാണ് കേട്ടോ, അപ്പൊ എന്റെ ഭാഷ മിക്കവാറും ഇങ്ങനെയായി പോവും, നിങ്ങൾ ക്ഷമിച്ചോണ്ടു. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഖുർആനിലെ അള്ളാഹു, ബൈബിളിലെ യഹോവയാം ദൈവം. ഇതാരാ പറഞ്ഞത്? അക്ബർ സാഹിബ് അല്ല കേട്ടോ. അതിനൊക്കെ മുമ്പേ മൂപ്പരെ പഠിപ്പിച്ചതായ മൗലിയാമാരും അല്ല, ഓലെ പഠിപ്പിച്ചതായ മൗലിയാമാരും അല്ല. പണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതാണ്. ഏതിലാണ്? സൂറ 29:46. എന്താണത്? പ്രവാചക നിങ്ങൾ പറയും ആരോട്? വേദക്കാരോട്. എന്താ പറയണ്ടേ? സംവാദത്തിൽ ഏർപ്പെടരുത്. ആര്? എം അക്ബർ സാഹിബ് ശരിയായിട്ട് ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ വേദക്കാരോട് സംവാദത്തിൽ ഏർപ്പെടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർ അത് മാത്രം വായിച്ചിട്ടില്ല, ബാക്കിയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വേദക്കാരോട് സംവാദത്തിൽ ഏർപ്പെടരുത്. പിന്നെ അവരോട് പറയുവീൻ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കേൾക്കണം, അവരിലേക്കെന്ന് പറയുമ്പോൾ ക്രൈസ്തവർക്ക്, യഹൂദികൾക്ക് വെളിപ്പെട്ട് കിട്ടിയതായ വഹൈ അല്ലെങ്കിൽ സന്ദേശം, സ്വർഗീയമായിട്ടുള്ള സന്ദേശം, അതിൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റാണ്, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്ന് തന്നെ. അപ്പൊ ഞങ്ങളും നിങ്ങളെന്നുള്ള വ്യത്യാസം ഉണ്ടാക്കിയത് മൂപ്പര് തന്നെയാണ്, അള്ളാഹു. എന്നിട്ട് പറയാണ് ഒന്നാണ് നമ്മൾ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. അപ്പൊ ബൈബിൾ വായിച്ചപ്പോഴാണ് അതിനകത്ത് വേറൊരു രസം ഉണ്ടായത്. എന്താണ്? ദൈവം ഏകൻ. ദൈവം ഏകൻ എന്നുള്ളത് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ബൈബിൾ പറയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പിശാചും വിശ്വസിക്കണേ ദൈവം ഏകനെന്നാണ്. അപ്പം നബി മാത്രമല്ല, അതിന് മുമ്പേ പിശാചും വിശ്വസിക്കണേ. എന്നിട്ടോ ഓം വിറയ്ക്കുകയും കൂടി ചെയ്യും. അപ്പം മത്തായിന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം യേശു ക്രിസ്തു ഒരു ക്ലെയിം പറഞ്ഞു, ഒരു തന്നെ കുറിച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? എന്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ ആരെങ്കിലും പിതാവിനെ അറിയാതെ പോകുന്നെങ്കിൽ അതിന്റെ ഏക കാരണം അവർക്ക് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പിതാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷം 1:18. എന്നാൽ അവന്റെ മടിയിലിരിക്കുന്നവനായ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു
ലോകത്തിൽ വെളിപ്പെടുത്തതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. അത് ദൈവം ആരാകുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. യേശുക്രിസ്തു വെളിപ്പെടുത്തിയതായ ദൈവം. ആ ദൈവവും നമ്മുടെ വേദത്തിലുള്ള ദൈവം ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പം അതിന് നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് അംഗീകരിക്കാൻ. ജെറി ബ്രദറും എല്ലാം കൂടെ ഹൈദരാബാദിൽ നടത്തിയ ഒരു സംവാദത്തില് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാസ്റ്ററായിരുന്ന ഒരാള് അതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു സംശയം. ജെറി ബ്രദറിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം വാസ്തവത്തിൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണോ? മൂപ്പർ എണീച്ച് ചോദിച്ചു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങളിൽ ആർക്കും ഒരു തർക്കവുമില്ല, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ അള്ളാഹു വേദപുസ്തകത്തിൽ പറയുന്ന, വിശുദ്ധ ബൈബിളിൽ പറയുന്ന അള്ളാഹു അല്ല എന്ന്, ദൈവമല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനും ആരും പറയാതെയും നിർബന്ധിക്കാതെയും ദൈവത്തെ ആരാധിക്കാനും ഇടയാകുള്ളൂ. മറ്റെന്താണ്? നിർബന്ധമായിട്ട് വിളിക്കുകയാണ്. വന്നിട്ടില്ലെങ്കിൽ ശരിയാക്കി കളയുന്നു. ദിവസം വിളിക്കും 5 പ്രാവശ്യം. വന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാക്കി കളയും. പക്ഷേ യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയതായിട്ടുള്ള ദൈവത്തിന്റെ മക്കൾക്ക് യാതൊരു സംശയം കൂടാതെ ദൈവത്തെ ആരാധിക്കാനുള്ള വലിയൊരു ഉൾപ്രേരണ കിട്ടും. കാരണം ദൈവം ആരാണെന്ന് അവൻ അനുഭവിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് ആരും വിളിക്കാതെ തന്നെ, ആരും നിർബന്ധിക്കാതെ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് സാധിക്കുമെങ്കിൽ, ഇവിടെ ഇതാ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് എന്റെ മുമ്പാകെ നിങ്ങൾ ഇബാദത്ത് ചെയ്തിരിക്കണം, എന്നാൽ മാത്രം. അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയണ്ടേ? നമ്മളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ മൂപ്പരോട് എഴുതി വെച്ചിരിക്കണം സ്വർഗത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മലബാറിയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഷ പറഞ്ഞു പോവും. ഇബാദത്ത് എന്നുള്ള അറബി വാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ചതിനെ പിന്നെ ആർക്കും മാറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ചെയ്യണത് എന്ന ചോദ്യം യുക്തിവാദികൾ ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പറ്റൂല. അപ്പം പറയും അത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കിട്ടുമല്ലേ എന്ന് ഉറപ്പില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന്. പടച്ചോനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വേദങ്ങൾ പരിശോധിക്കണം. എന്താണ് ആധികാരികമായിട്ടുള്ള വേദം? വിശുദ്ധ ബൈബിളാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വേദപുസ്തകം. ഇസ്രായേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയതായ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലുള്ള 27 പുസ്തകങ്ങളും അടക്കം 66 പുസ്തകങ്ങളടങ്ങിയ സത്യവേദ പുസ്തകമാണ് ക്രൈസ്തവനെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഏക ഗ്രന്ഥം. അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ യാതൊരു വ്യക്തിക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വേദഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു ക്ലാസിക്കൽ സ്കോളർ ആയിരിക്കുന്ന SM സുമേറിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില ഭാഗങ്ങൾ, ഖുറാനികമായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ ക്രൈസ്തവ സഹോദരി സഹോദരന്മാർക്ക് അറിയാൻ വേണ്ടി, എൻ്റെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന് അവർ നടിക്കുന്നു. കാരണം ഞങ്ങൾ ഈ എഗ്രിമെൻ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സാഹിബിൻ്റെ കുറച്ചാളുകൾ, ഒരു 5 പേര് വന്നിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അപ്പോൾ അന്ന് നമ്മുടെ അസ്കറും ഉണ്ടായിരുന്നു, വേറെ ബ്രദർ അലി ഉണ്ടായിരുന്നു, സോളോമൻ മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേര് അവിടെ കൂടിയിരുന്നപ്പം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച വന്നു. അപ്പോൾ പറഞ്ഞു സീറ കൂടെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ആ സഹാബിമാരെല്ലാം കേൾക്കുന്നത് അതിനെക്കുറിച്ച്, സീറ എന്നുള്ള പദം. ഉടനെ ഓല് വിളിച്ചു ചോദിച്ചു സാഹിബിനോട്. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, സാഹിബ് പറഞ്ഞു വേണ്ട ഓലോട് കളിക്കണ്ട, കാരണം ഓല് പഠിച്ചിക്കണ്, വേണ്ട ഓല് പഠിച്ചിക്കണതുകൊണ്ട് നിങ്ങൾ വേണ്ട, അത് നമുക്ക് എങ്ങനെയെങ്കിലും ക്യാൻസൽ ആക്കാം. എന്നിട്ട് എന്താ ചെയ്തേ? ആദ്യത്തെ സംവാദത്തിന്റെ വിഷയം പറഞ്ഞിവിടെ മുഹമ്മദ് നബിയുടെ ധാർമ്മികതയും യേശു ക്രിസ്തുവിന്റെ ദൈവികത്വവും. അപ്പൊ ധാർമ്മികത ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയുള്ളൂ, ചിന്തിക്കേണ്ടിയുള്ളൂ എന്നായിരിക്കും മൂപ്പർ ചിന്തിച്ച്. എന്തായാലും ശരി, മൂപ്പർ പറഞ്ഞു നിശ്ചയിച്ച ദിവസത്തിൽ രാവിലെ വന്നിട്ട് പറഞ്ഞു, അതെ ഈ വിഷയം മാറ്റണം, ഇത് പറ്റൂല നമുക്ക്. എന്താ പറ്റാത്ത? അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന സുന്നി പണ്ഡിതനായിരിക്കുന്ന ദാരിമിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഓൻ ചെയ്യണത് ശരിയല്ല. കാരണം എന്താ? ഖുറാനി പറഞ്ഞിട്ടുണ്ട്, സൂറ 29:46 പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് വേദക്കാരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടരുതെന്ന്. അതുകൊണ്ട് ഓ മുസ്ലിമേ അല്ല എന്നാണ് ദാരിമി പറയണേ. പക്ഷേ അദ്ദേഹം പറയണ അക്ബർ സാഹിബ് പറയണ മൂപ്പര് മാത്രമേ പഠിച്ചോണ്ട് അടുക്ക പോവുള്ളൂ എന്നാ.
അത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുന്ന ആധികാരമാണെന്ന് നമ്മളോട് ചോദിക്കല്ലോ കേട്ടോ, മൂപ്പർക്ക് നിശ്ചയം ഉണ്ടാവൂല. ഏതായാലും ഇസ്ലാമിന് 2 തരത്തിലുള്ള സന്ദേശങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ അറിവിലേക്ക് വേണ്ടി പറയുക. അതിൽ ഒന്നാമത്തത് വഹിയൽ മത്തലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനികമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത്. പടച്ചോൻ ഖുറാൻ എഴുതിയത് ഇവിടെ വെച്ചൊന്നുമല്ല കേട്ടോ, പണ്ട് അങ്ങ് വെച്ച് എഴുതിയതാ. അപ്പൊ പിന്നെ ജെറി ബ്രദർ പറഞ്ഞപ്പം മരുമകളെ കല്യാണം കഴിക്കണതിനെ കുറിച്ചുള്ള അനുവാദം കൊടുത്തതോ അത് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. അത് കാലാകാലങ്ങളിൽ തിരുത്തുകയെ, അവിടെയും തിരുത്തും. അപ്പൊ ഇങ്ങനെ ഇവിടുക്കും തിരുത്തി കൊടുക്കും, അങ്ങനെ കൊടുത്ത അത്. രണ്ടാമത്തേത് വഹേ ഗേറൽ മത്തലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി തിരുമനസ്സുകൊണ്ട് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ, അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ. അപ്പൊ അങ്ങനെ 2 സാധനങ്ങളാണ് ഉള്ളത്. അതില് ഒന്നാമത്തേല് വഹേ മത്തലു എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വസിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ദൈവത്തിൽ വിശ്വസിക്കണം. അവരാണ് ലോകത്തിലെ ഏക ദൈവവിശ്വാസികൾ എന്നാ പറയണേ. ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. അപ്പം ദൈവത്തിൽ ഒരു വിശ്വസിക്കണം. 2, മലക്കുകളിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലക്കിന്റെ ഉള്ളിൽ പെടുന്നതാണ് ഇബിലീസ് അടക്കം എന്ന് പറഞ്ഞാൽ സാത്താൻ അടക്കം. സാത്താനിൽ വിശ്വസിക്കണം. പിന്നെ മലക്കുകൾ മാലാഖമാരിൽ വിശ്വസിക്കണം. ജിന്നുകളിലും വിശ്വസിക്കണം. അതിനെക്കുറിച്ചാണ് ഏറ്റവും വലിയ താല്പര്യം. കാരണം ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജിന്നുകൾ ഇങ്ങനെ വരികയാണ്, തരുണീമണികളായിട്ട് ഇങ്ങനെ വരികയാണ് തലത്തിൽ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ആ കാര്യത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. കൂടാതെ മൂന്നാമതായിട്ട് കിതാബുകളിൽ വിശ്വസിക്കണം. കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എത്ര കിതാബുകളെന്ന്. നമുക്ക് ഇസ്ലാമികമായിട്ട് ഞങ്ങൾക്ക് 104 കിതാബുണ്ട്. 104. അതിൽ 100 എണ്ണം ഏടുകളാണ്, ബാക്കി 4 എണ്ണമാണ് കിതാബുകൾ. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദം നബി മുതലുള്ള ആളുകൾക്ക് ഇത് കിട്ടിയിരിക്കണേ. ആദം നബി മുതലുള്ള ആളുകൾക്ക് ഈ കിതാബ് കിട്ടിയിട്ടുണ്ട്. ആദം നബിക്ക് പക്ഷെ കുറച്ചേ കിട്ടിയുള്ളൂ. അന്ന് ഏടുകൾ എഴുതി കൊടുത്ത മൂപ്പർക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. മൂപ്പർക്ക് 10 എണ്ണം. പിന്നെ സേത്തിനോ 50 എണ്ണം കൊടുത്തു. അന്നത്തേക്ക് കുറച്ച് പുരോഗതിയായില്ലേ. അപ്പൊ ആ വായിക്കാനൊക്കെ പ്രായമായി കഴിഞ്ഞപ്പം 50 എണ്ണം കൊടുത്തു. പിന്നെ കൊടുത്തതോ ആനോക്കിനാണ് 30 എണ്ണം. പിന്നെ ഇബ്രാഹിം നബിക്ക് കൊടുത്തു. എത്ര എണ്ണം? 10 എണ്ണം. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ അബ്രാം പിതാവ് കേട്ടോ. അപ്പം അങ്ങനെ 10 എണ്ണം എല്ലാം കൂടി ചേർത്താൽ 100. പിന്നുള്ളത് 4 എണ്ണ. അതിൽ 4 എണ്ണത്തിലാണ് തൗറാത്ത്, നേരത്തെ നമ്മുടെ ജെറി പറഞ്ഞതായ തൗറാത്ത്. പിന്നെ ദാവൂദിന് കിട്ടിയത് സബൂർ, നമ്മുടെ സങ്കീർത്തനം എന്നൊക്കെ പറയും ചേട്ടന്മാര്. പിന്നെ ഈസയ്ക്കും കിട്ടിയ 1 ഇഞ്ചീല്. ഈസ എന്ന് പറയുന്നത് യേശുവിനെ അങ്ങോട്ട് അയച്ചപ്പോൾ ഒരു സാധനം കൊടുത്താൽ വിട്ടത് പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരാണ് ഇഞ്ചീല്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം റദ്ദാക്കാനും അതെല്ലാം ഇല്ലാണ്ടാക്കാനുമായിട്ട് അധികാരത്തോടുകൂടെ മുത്തുനബീനെ വിട്ടപ്പോൾ അദ്ദേഹത്തിനും കൊടുത്തു. അതാണ് പരിശുദ്ധ ഖുർആൻ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ 104 ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. എന്നാലേ ശരിയായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ അതെല്ലാം കൂടി വായിച്ചു വരുമ്പോഴത്തേക്ക് മനുഷ്യൻ ചത്തുപോകും. എന്നാലും വേണ്ടൂല, അതിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. 4മതായിട്ട് അന്ത്യനാളിൽ വിശ്വസിക്കണം. അതായത് കിയാമത്ത് നാളിൽ വിശ്വസിക്കണം. മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നുള്ള നാളാണ് അന്ത്യനാള്. അവ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവസാനമുണ്ട്, ലോകത്തിന്റെ അവസാനം. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ മുൻനിർണയത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പടച്ചോൻ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടാണ് ഓരോരുത്തരും ജനിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നൊക്കെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വിശ്വസിച്ചിരിക്കണം. 6മതായിട്ട് പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഇവിടെയാണ് നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം. എന്താണ്? ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൊരുത്തപ്പെടുത്തു പോകാം. ഇവിടെ വരുമ്പോൾ ഈ പ്രവാചകന്മാരിൽ എന്തിനാ വിശ്വസിക്കേണ്ടതെന്ന് ഖുർആനിൽ പറയണില്ല, ഹദീസുകളിലും പറയണില്ല, സീറയിലും പറയണില്ല, ഒരു തഫ്സീറിലും പറയണില്ല. പിന്നെ എങ്ങനെ അറിയാ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ ബ്രദർ ജെറിയാനെ കുറിച്ച് സൂചിപ്പിച്ചു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകത്വ ശുശ്രൂഷ 2 തരത്തിലായിരുന്നു പ്രധാനമായിട്ടും. ഒന്ന്, എപ്പോഴൊക്കെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കവനന്റ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് പാപത്തിന്റെ വഴിയിലേക്കൊക്കെ സഞ്ചരിച്ചുവോ അപ്പോഴൊക്കെയും അവരെ മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യമായിരുന്നു പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ബ്രിങ്ങിങ് ബാക്ക് ടു ദ കവനന്റ് കമ്മ്യൂണിറ്റി, ആ ഉടമ്പടി സമൂഹത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരിക. അതിനാണ് നിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞ് ആ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് കൂടെ അവരെ ഓർപ്പിക്കുകയും ആ ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ അരുളി ചെയ്യുകയും ചെയ്യുന്നത്. 2, അവർക്കുണ്ടായിരുന്ന ഒരു ശുശ്രൂഷ, പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ശുശ്രൂഷ വരുവാനുള്ള മശിഹായ്ക്ക് വേണ്ടി ജനഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. വരുവാനുള്ള
മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വരുവാനുള്ള യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുവാൻ, യേശു ക്രിസ്തു കൂടെയുള്ള രക്ഷ മാനവരാശിക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള ആ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ള അധികാരത്തോടുകൂടെ ജനത്തെ ഒരുക്കുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. ഇനി ഏഴാമതായിട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പലതും വിശ്വസിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ പിന്നെ എന്താണ് തെറ്റ്? അതാണ് ചില നമ്മുടെ ചെറുപ്പക്കാർ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ കുഴപ്പം. പത്രത്തിലൊക്കെ വരുന്ന നേരാണെങ്കിൽ അപ്പോൾ ചിലരൊക്കെ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഫാദറെ, നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ അവരും പറയുന്നു, അതാ ഞാൻ ഇച്ചിരി കൂടെ നല്ലതെന്ന് മനസ്സിലാകുന്നു. കാരണം തൃത്വത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഞങ്ങളുടെ പള്ളികളിലൊന്നും പറയാറില്ല, പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. പറയുന്നവർക്കും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഇതല്ലേ? അപ്പോൾ അതിന് ചുട്ട മറുപടിയൊക്കെ താഴോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായില്ല, ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യങ്ങളാണ് അനുഷ്ഠാനങ്ങൾ. ആ അനുഷ്ഠാനങ്ങളിൽ അവർക്ക് ദിനംതോറും പ്രമാണിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ കുഞ്ഞിൻ്റെ ചെവിയിലെ കൂതി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ അങ്കിയൊക്കെ ഇട്ടുകൊണ്ട് പലപ്പോഴും നടക്കാറില്ല, പൊതുവേദികളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അപ്പം അങ്കിയില്ലാതെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി രോഗികളെ കാണാൻ ചെല്ലുമ്പോഴായിരിക്കും ഏതെങ്കിലും താത്ത പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മോലിയാരെ ഇതിൻ്റെ ചെവിക്കൊന്ന് ഓതി കൊടുത്താളി എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ് ലാഗിലാക ഇല്ലല്ല എന്നല്ല, നമ്മൾ പറയാ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം, യേശു ക്രിസ്തുവിൽ കൂടെ നീ നിത്യജീവനെ പ്രാപിച്ചു കൊള്ളുക കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുകയും ചെയ്യും. പിന്നെ 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് 2 കാര്യങ്ങളെങ്കിലും സൂചിപ്പിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഈ 5 നേരത്തെ നിസ്കാരം എങ്ങനെ കിട്ടിയത്, എപ്പോഴേ തുടങ്ങിയത്? അതിനൊരു കാര്യമുണ്ട്. മുത്തുനബി ആരംഭത്തിൽ തൻ്റെ പ്രവാചകത്വ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കിബല അല്ലെങ്കിൽ അഭിമുഖമായി നിന്നിരുന്നത് യെരുസലേമിലേക്കാണ്. യെരുസലേമിന് അഭിമുഖമായി നിന്നുകൊണ്ടായിരുന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള സമയം വന്നപ്പം മൂപ്പര് നേരെ പടിഞ്ഞാട്ട് മാറ്റി, മക്കയിലേക്കാക്കിയിട്ട് പറഞ്ഞു, ഇനിയും തൊട്ട് നമ്മുടെ കിബല ഇങ്ങനെയാണ്. അപ്പം ജനങ്ങൾ ചോദിച്ചു, അതെന്തേ ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമേ, മൂഢന്മാരായിട്ടുള്ളവർ മാത്രമേ നിന്നോട് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ എന്നുള്ള ആയത്ത് വിളിച്ചു പറഞ്ഞു. 2:142 മുതൽ 149 വരെയുള്ള ആയത്തുകൾ അതാ പറയണേ. ഇനി 17 സൂറ 17:1 വായിച്ചാലോ, അവിടെ നമ്മുടെ മുത്തുനബീനെ പരലോകത്തിലേക്ക് പടച്ചോനൊരു ദിവസം കൊണ്ടുപോയി, രാത്രിയിൽ ഒറ്റ രാത്രി കൊണ്ട് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യം കണ്ടത് ഒന്നാം ആകാശത്ത് പോണ കൂട്ടത്തില്, ആകാശത്തിലേക്ക് പോണതിന്റെ കൂട്ടത്തില് മൂപ്പര് പോയി യെരുസലേം ദേവാലയത്തിൽ പോയി 5 റൗണ്ട് നിസ്കരിക്കുകയും ചെയ്തു. 5 റൗണ്ട് നിസ്കരിച്ചിട്ടാ പോയത്. ഒരു കാര്യം ഓർക്കണം, MM അക്ബർ സാഹിബ് പോലും വങ്കത്തരം പറയുന്നതിന് ഒട്ടും ഉളിപ്പില്ലാത്തവരാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വാചകമാണ്. എന്താ അറിയോ, അന്നില്ലേനിയോ, എന്തില്ലായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ പറയും. എൻ്റെ പൊന്നു സുഹൃത്തെ, അന്ന് യെരുസലേം ദേവാലയം ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇല്ലായിരുന്നോ, അതിന്റെ പരിസരത്തായിരിക്കുമെന്ന്. ബുക്കാരിയിലും സഹീഹ് മുസ്ലിമിലൊക്കെ എഴുതി വെച്ചിരിക്കണേ പരിസരത്തു നിന്നല്ല, യെരുസലേം ദേവാലയത്തിൽ നിന്നാണ്. അപ്പൊ ചരിത്രപരമായ വങ്കത്തരം ആരംഭം മുതലേ അവസാനം വരെ അതിനകത്ത് കാണാം. എന്നിലും മൂപ്പര് ആകാശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് 1-ാം സ്വർഗത്തിൽ കയറിയപ്പം അവിടെ ഉണ്ട് ആദം നബി ഇരിക്കണേ. ചോദിച്ചേ, ആര് പറഞ്ഞിട്ടാ വന്നേ? അവ പറഞ്ഞു, അത് പടച്ചോൻ പറഞ്ഞിട്ടാ വന്നിക്കണേ. ഞാൻ ഇതിന്റെ വാക്കുകളൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇവിടെ പറയണ ഒരൊറ്റ വാക്ക് പോലും എന്റെ വാക്കല്ല. ഇതെല്ലാം തന്നെ ആധികാരികമായിട്ട് ഖുറാനിന്റെയും ഹദീസുകളുടെയും സീറയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പറയുള്ളൂ. അതിനാണ് ഞാൻ അവിടെ തെളിയിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും അധികം പറഞ്ഞെന്ന് പറഞ്ഞ് മൂപ്പര് നാളെ എനിക്കെതിരെ, അല്ലെങ്കിൽ തന്നെ മൂപ്പരുടെ മാസികയിൽ എഴുതിയിരിക്കുന്ന ഒരു പാതിരി എനിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്, പേര് പറഞ്ഞില്ല, അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പം ഇനി അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകണ്ട. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാം പറയണതെല്ലാം തന്നെ അവിടെ എഴുതി വെച്ച് നിങ്ങളെ കാണിക്കണേ. അപ്പം അവിടെ ചെന്ന് 1-ാം നബി അല്ലെങ്കിൽ ആദം നബി പറഞ്ഞു, അവിടുന്ന് കയറ്റി വിട്ടു. പിന്നെ പോയി മൂസാ നബി കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഈസാ നബീനെയും കണ്ടു. മൂപ്പരുടെ ആകൃതി അറിയണ്ടേ, നല്ല ചുമന്നിരിക്കണ നല്ല ഉയരമൊക്കെ ഉണ്ട്. ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുടികൾ, ഈസാ മസിയെ യേശു ക്രിസ്തുവിന്റെ അദ്ദേഹത്തെ കണ്ടതിന്റെ കാര്യമായി വിവരിക്കുന്നേ. അപ്പം മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ്. അതിലിങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പാറി നടക്കുകയാണ്.
അപ്പോൾ അതും കണ്ട് സക്കാരമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇബ്രാഹിം നബീൻ്റെ അടുക്ക ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മലക്കുകൾ ഉള്ളിൽ പ്രവേശിക്കുകയും വെളിയിലേക്ക് വരാത്തതുമായിട്ടുള്ളൊരു മുറിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയി അള്ളാഹുവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന കൂട്ടത്തിൽ മൂസാ നബി ചോദിച്ചു, അല്ല പ്രവാചക, എന്തേ അള്ളാഹു പറഞ്ഞത്? ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്തേ പറഞ്ഞതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, 50 പ്രാവശ്യം ജനങ്ങൾ നിസ്കരിക്കണം എന്നുള്ള കൽപ്പന എനിക്ക് തന്നു എന്ന്. അപ്പം മൂസാ നബി പറഞ്ഞു, എൻ്റെ പൊന്ന ചെങ്ങായി, എൻ്റെ ജനത്തോട് ഞാനിത് പറഞ്ഞ് മടുത്തു, പോലും അത് നടത്തിയില്ല. അപ്പം ഇതൊരു കാര്യം ചെയ്യും, പോയിട്ട് കുറച്ച് തരാൻ പറയാൻ പറഞ്ഞു. അപ്പം നേരെ പോയി 45 ആക്കി. അവിടുന്ന് പിന്നെയും വന്നപ്പോൾ മൂസാ നബി പറഞ്ഞു പറ്റൂല. മൂസാ നബി എന്ന് പറഞ്ഞ മോശ കേട്ടോ. മോശ പറഞ്ഞു പറ്റൂല, അതും നടക്കൂല, കുറയ്ക്കാൻ പറഞ്ഞു. പോയി 40 ആക്കി വന്നു. പിന്നെയും പോയി 35 ആക്കി, 30 ആക്കി, 25 ആക്കി. ലേലം വിളി നടന്നു. അവസാനം 5-ലാക്കി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഉസ്മാൻ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ ഉസ്മാൻ, മൂപ്പരെ നിരീശ്വരവാദി എന്നൊക്കെ ബല വിളിക്കാം. മൂപ്പര് പറഞ്ഞു, 5 കൂടി ഒരു പ്രാവശ്യം കൂടി റസൂല് പോയിരുന്നെങ്കിൽ ഒഴിവാക്കി തന്നിരുന്നേ, ഞങ്ങൾ കുറച്ച് രക്ഷപ്പെട്ടീനിന്ന്. അപ്പം അതാണ് ഇതിൻ്റെയൊക്കെ ഘടകം. എന്നാലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതൊക്കെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നുണ്ട് നോമ്പ്. അതിപ്പം കഴിഞ്ഞു എന്നുള്ള നിങ്ങൾക്ക് അറിയാം. പിന്നെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയാട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും അതിക്രമം ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്താൽ മതി. ഇപ്പനോട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുമ്പം ബാപ്പ വന്ന് കടയിൽ വന്ന് സാധനം മേടിക്കാൻ വരുമ്പം വില ചോദിക്കും മകനോട്, മകൻ്റെ കടയിൽ. അപ്പോൾ പറയും, എന്താ മാന വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എല്ലാവരും 30 വാങ്ങണേ, 35 എന്നാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങക്ക് ചെയ്യാം. പിന്നെന്താ, അവസാന സമയത്ത് കുറെ അങ്ങോട്ട് കൊടുത്താൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. പിന്നോ ഒരു തീർത്ഥാടനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കണേ എന്താണെന്ന് ചോദിക്കരുത്, അത് തെറ്റാണ്. കാരണം മിനിഞ്ഞാന്ന് നിന്നെ ഒരു സുഹൃത്ത് വിളിച്ചു, വടകരേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വടകരേന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് അവിടെ നടക്കണതേ നിങ്ങൾ പള്ളി മെഴുകുതിരി കത്തിക്കണില്ലേ, അതുപോലെ തന്നെ കല്ലിനെ ചുംബിക്കണേന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കല്ലിനെ ചുംബിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാൻ പാടില്ല, അള്ളാഹു കൽപ്പിച്ചാണ്. റസൂലിന്റെ സഹാബിമാരിൽ ഉമ്മർ പറഞ്ഞിരുന്നു, പ്രവാചകർ ഈ കല്ലിനെ ചുംബിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് ചുംബിക്കൂലായിരുന്നു എന്ന്. കാരണം ഉമ്മർക്ക് കുറച്ച് ബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞു പോയി. ഇനി അത് കഴിഞ്ഞാൽ അനുഷ്ഠാനങ്ങളാണ്. ആ അനുഷ്ഠാനങ്ങളിൽ ദീൻ എന്ന് പറയും. അപ്പൊ ആ ദീൻ നടത്തുന്നതിനെ കുറിച്ച് സൂറ 2:177 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ വായിച്ചാൽ മതി. പിന്നെ പാരമ്പര്യമായ കാര്യങ്ങൾ, അതില് സുന്നത്തിൽ ഫെയിൽ, അതുപോലെ തന്നെ സുന്നത്തിൽ കൗൽ എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ, ഒന്ന് ചെയ്തതും മറ്റൊന്ന് പറഞ്ഞതും, ഇതെല്ലാം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, ആധികാരിക ഗ്രന്ഥങ്ങളാണ്. ഇവിടെയാണ് സലഫികൾ പോലും, സലഫിയാണെന്ന് സ്വയമേ വാദിക്കുന്ന സലഫികൾ പോലും അംഗീകരിക്കാത്ത വാദവുമായിട്ട് സാഹിബ് വന്നത്. എന്താ അറിയണ്ടേ? അവിടെ പറയുന്നത്, നമ്മുടെ സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും കൂടെ നിച്ചിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞത് 2 ഗ്രന്ഥങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഏതൊക്കെയാണ്? സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും, പിന്നെ ഉസ്മാൻ ഉണ്ടാക്കിയതായ ഖുറാനും. അതിൽ അപ്പുറമായിട്ട് ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല. അഥവാ നിങ്ങൾ പറഞ്ഞാൽ, അന്ന് അയ്യൂബ് നബിയെ കുറിച്ച് നബി തിരുമേനയുടെ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അവർക്ക് 68 അടി അടിച്ചു പോലെ. അപ്പൊ അതുപോലെ അടികൊള്ളും. അപ്പൊ സാറ് ചോദിച്ചു, ഞങ്ങൾക്കോ നിങ്ങൾക്കോ എന്ന്. അതിന് മറുപടിയില്ല. ക്രൈസ്തവർക്ക് അടികൊള്ളേണ്ട ആവശ്യം ആ കാര്യത്തിലില്ല. അപ്പം ഈ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച അല്ലെങ്കിൽ ഇത് എഴുതിയതായ ആളുകളുടെയൊക്കെ പേരിലാണ്, ആ ആളുകൾ താമസിച്ച സ്ഥലങ്ങളുടെയൊക്കെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിലൊന്നാണ് ബുഖാരി. അത് എഴുതിയതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ദേഹവിയോഗത്തിന് അനേക വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് എഴുതിയത്. അതായത് ആഫ്റ്റർ ഹിജ്റ, എന്ന് എഴുതിയിരിക്കുന്നത് ആഫ്റ്റർ ഹിജ്റ എന്നാണ്. ആഫ്റ്റർ ഹിജ്റ 256 ബുഖാരി എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് മുസ്ലിം, അതോ 261, 261. പിന്നെ ത്രിമദി, അബുദാവൂദിന്റെ ഗ്രന്ഥം, പിന്നെ അൻ നിസീൻ, ഇബ്നു മാജ. ഇതൊക്കെ പൊതുവെ എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന സുന്നി പണ്ഡിതന്മാരും മറ്റുള്ളവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ സലഫികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന പ്രഭാഷകനായിരിക്കുന്ന സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയാം, അതൊന്നും അംഗീകരിക്കൂല, അത് അംഗീകരിക്കൂല. അതിന് കാരണമുണ്ട്, മൂപ്പർക്ക് ഇതൊന്നും വായിക്കാൻ നേരമല്ല. ഇപ്പം മൂപ്പർക്ക് ബുഖാരിയും കൂടി എന്താണെന്ന് കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ബഹുമാനമുള്ള സോളമൻ മാഷ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സോളമൻ മാഷെ ബുഖാരിയിലല്ല മുസ്ലിമിലാണെന്ന്. അത് പിന്നെ TV വിയിലൊക്കെ വന്നു.
പിന്നീടുള്ള സമയത്ത്. യാതൊരു ഉളുപ്പില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. അപ്പം എന്താണ് എന്നുള്ളത് ബുക്കാരിയിലാണ് എന്നുള്ളത് സോളമൻ മാഷ് എഴുന്നേറ്റ് അപ്പം തന്നെ അങ്ങോട്ട് വായിച്ചു കൊടുത്തു. അറബിയിലാണ് ചൊല്ലി കേൾപ്പിച്ചു കഴിഞ്ഞപ്പം മൂപ്പര് ജാളിത കൊണ്ട് എനിക്ക് തെറ്റ് പറ്റിയെന്നെങ്കിലും ഒരു വാക്ക് പറയണ്ടേ, അത് പറയാതെ സോളമൻ മാഷ് പറഞ്ഞ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് ഞാൻ പറയണേ. 1 കൊരിന്ത്യർ 13 അധ്യായം എൻ്റെ മനസ്സിലുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് തന്നാണ് സ്നേഹത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ തന്നെ സത്യം സംസാരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. നാളെ ഞാൻ എൻ്റെ സാഹിബിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കും. അത്രമാത്രം ഞങ്ങൾ സ്നേഹത്തിലുമാണ്. ഇനി സുന്നത്തുൽ താക്കീർ എന്ന് പറയുന്നത് അത് മുഹമ്മദ് ബിൻ ഇസാഖ് എഴുതി തുടങ്ങിയതും ഇബ്നു ഹിഷാം പൂർത്തീകരിച്ചുമായ സീറ റസൂലുള്ള. അതാണ് ഈ മുമ്പ് പറഞ്ഞ 6 ഗ്രന്ഥങ്ങൾ എഴുതിയതിന് മുമ്പ് എഴുതിയത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഇബ്നു ഹിഷാം എഴുതിയത് നബിയുടെ ജീവിത സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. അതിനെ തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഹിഷാം എഴുതിയപ്പോൾ പറഞ്ഞു, ഇബ്നു ഈസ എഴുതിയിരിക്കുന്ന പലതും എനിക്ക് വാ കൊണ്ടുപോലും പറയാൻ കഴിയില്ല, അതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പം അത് ക്രിസ്ത്യാനികളുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഓൽക്കറിയാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുതലാണ് സംവാദം വേണ്ട, പിന്മാറിയത് ആരാണ്? നമ്മൾ പിന്മാറിയിട്ടില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ഒരു സംവാദം നടത്താം. നിങ്ങൾ നിശ്ചയിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിശ്ചയിച്ചോ, ഇന്ന് വേണമെങ്കിൽ ഞങ്ങൾ കരാർ ഒപ്പിട്ടിട്ട് പോയിക്കോളാം. വിഷയം ഇതായിരിക്കണം, മുഹമ്മദ് നബിയുടെ ധാർമ്മികതയും യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വവും. അതിനിപ്പം ആലപ്പുഴയിൽ നിന്നുള്ള ഖാദിയാനി സ്നേഹിതൻ ഡോക്ടർ ഹമീദ് ആണെങ്കിൽ പോലും ഞങ്ങൾ തയ്യാറാണ്. അപ്പം അദ്ദേഹം സ്നേഹത്തോടുകൂടെ എനിക്കൊരു ഇത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ, ഞാൻ അവിടെ വന്നപ്പോൾ ഉപചാരപൂർവ്വം തന്നുവിട്ട ഒരു ലഘുലേഖ ഉണ്ട്. ആ ലഘുലേഖയിൽ 1-ാമത്തെ പേജ് മറിച്ചപ്പോൾ തന്നെ ഇത് എടുക്കാനേ കൈകൊണ്ടേ തൊടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മാറ്റിവെച്ച. എന്നാലും ഒന്ന് പറയാണ്, ക്രിസ്തീയ സഹോദരന്മാരുള്ള ഒരു മുസ്ലിമിൻ്റെ ചോദ്യങ്ങൾ. ഖാദിയാനികളെ പാകിസ്ഥാൻ ഇതുവരെ മുസ്ലിമായിട്ട് അംഗീകരിച്ചോ എന്നുള്ള സംശയമുണ്ട് കേട്ടോ. ഇനി അതിനകത്ത് 1-ാമത്തെ പേജിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തീയ സഹോദരന്മാരുള്ള ഒരു മുസ്ലിമിൻ്റെ ചോദ്യം, സംശയമാണല്ലോ, അതിന് മറുപടി ഇതാ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ദൈവങ്ങളുണ്ടല്ലോ ക്രിസ്തീയ വിശ്വാസത്തിലെ 3 ദൈവങ്ങളുണ്ടെന്ന് എവിടുന്ന് അദ്ദേഹത്തിന് ആ വിവരം കിട്ടി? കഴമ്പില്ലാത്ത വാദമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. അതിൻ്റെ കൂട്ടത്തിലാണ് പിന്നെ ഇതും കൂടി. 3 ദൈവങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞോ ആരെങ്കിലും? ഏകത്തിലെ നാനാത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, കാരണം ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കിയാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്, അല്ലാതെ എന്ത് നമ്മൾ ഇതിനൊക്കെ മറുപടി പറയുക. അപ്പൊ ഇസ്ലാം ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പറയാറുള്ളത്, നിങ്ങൾ ബൈബിള് തിരുത്തിയില്ലേ, ബൈബിള് റദ്ദാക്കിയില്ലേ, ബൈബിളിൽ കൈകടത്തിയില്ലേ? ഒറിജിനൽ ബൈബിൾ ഉണ്ടോ? അതാണ് നമ്മുടെ സഹോദരന്മാരുടെ ചോദ്യം. ഏതെങ്കിലും ക്രിസ്തീയ പ്രവർത്തകർ ഏതെങ്കിലും മുസ്ലിം സഹോദരനോട് ചോദിച്ചാൽ, അത് ഷിയാക്കളായിക്കോട്ടെ, സുന്നികളായിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, ജമായത്ത് ആയിക്കോട്ടെ, ഖാദിയാനികളായിക്കോട്ടെ, അല്ല ഇനി അഹമ്മദിയ ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, ഓലോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഖാദിയാനികൾ 2 ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ നമുക്കറിയാം, നമ്മളിതൊക്കെ അറിയുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന കാര്യമൊക്കെ. അപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, ബൈബിൾ റദ്ദാക്കിയില്ലേ, തിരുത്തിയില്ലേ? തിരുത്തപ്പെടാത്ത ബൈബിള് നിങ്ങൾ ആരെങ്കിലും വായിച്ചിക്കണോ? അതാണ് നമ്മുടെ ചോദ്യം. തിരുത്തപ്പെടാത്ത ബൈബിൾ വായിച്ചാലല്ലേ ഇത് തിരുത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് MM അക്ബർ സാഹിബ് എടക്കരയിൽ നടത്തിയ സംവാദത്തിൽ പറഞ്ഞൊരു കാര്യം, ഗുഡ് ന്യൂസ് ബൈബിൾ കണ്ടില്ലേ? ഗുഡ് ന്യൂസ് ബൈബിളിന്റെ പരിഭാഷ കണ്ടില്ലേ? അതിനകത്ത് ഇന്ന വാചകം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, KJVയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പാവം മത്തിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണവന്റെ മനസ്സിലേക്ക് KJV NAV എന്നൊക്കെ പറയണ പോലെ അല്ലേ ഉള്ളൂ എൻ്റെ സുഹൃത്തെ. അതിനൊക്കെ ബൈബിളിന്റെ പരിപേക്ഷതയില്ലാതെ, ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ഖുറാനിലെ ഒരു കാര്യവും ശരിയായ വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ പ്രമാണങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. നല്ല കാര്യങ്ങൾ ജെറുസാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കാം, അല്ലാതെ ദൈവികമെന്ന് പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് വായിക്കാൻ കൊള്ളാവുന്നുണ്ടെങ്കിൽ അത് വായിക്കണമെങ്കിൽ ബൈബിൾ വേണം. ഞാൻ ചില ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾ പറഞ്ഞേക്കും, അതൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ, ഇതൊക്കെ തെറ്റല്ല. എന്താണെന്ന് അറിയണ്ടേ? സൂറയിലെ 163 മുതൽ 169 വരെയുള്ള ആയത്തുകളിൽ അന്നിസ 4, അതായത് 4 സൂറ 4-ന്റെ 163 മുതൽ 164 വരെയുള്ള ആയത്തുകളിൽ പറയുകയാണ്, പ്രവാചക നൂഹിനും അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാർക്ക് നാം എപ്രകാരം ദിവ്യബോധനം നൽകിയോ അപ്രകാരം നിനക്ക് ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസഹാക്ക്, യാക്കൂബ് സന്തതികൾ ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നാം ദാവൂദിന് സബൂർ നൽകിയിട്ടുണ്ട്.
ഇതിനു മുമ്പ് നാം നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും, ശ്രദ്ധിക്കണേ, ഇതിനു മുമ്പ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഇനിയും പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമായ ദൈവദൂതന്മാർക്കും ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. മൂസയോട് അല്ലാഹു ശരിക്കും സംസാരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ദൂതന്മാർ അത്രയും സുവാർത്ത നൽകുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി അയക്കപ്പെട്ടവരാകുന്നു. അപ്പം പറഞ്ഞു തന്നിട്ടുള്ളവരും പറഞ്ഞു തരാത്തവരുമായിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 1,24,000 പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ആ 1,24,000 പ്രവാചകന്മാരിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ചേട്ടനായിട്ടല്ല പറയണം കേട്ടോ, ഞാൻ മലബാറുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന ആ 1,24,000 പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാരുടെ പേര് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ കൂടാതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ച് ഖുറാനികമായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ അതിന് ഹദീസ് നോക്കിയാലും പറ്റൂല. കാരണം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒന്ന് ഇവിടെ പറയും, വേറൊരിടത്ത് പറയും. നമ്മള് ഈ അവിയൽ പരുവത്തി കിടക്കാന്നൊക്കെ നാടൻ ഭാഷ പറയില്ലേ. അപ്പൊ ആ രീതിയിലൊക്കെ ആയതുകൊണ്ട് അത് പെറുക്കി വായിക്കാൻ വലിയ പാടാ. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗമൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് ബൈബിൾ വാങ്ങിക്കാറുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടം ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കാനാ. എന്നിട്ട് നേരത്തെ ചെറിയ ബ്രദർ പറഞ്ഞ ആ വാക്യം എടുത്ത് ഇങ്ങനെ പറഞ്ഞ് കണ്ടില്ലേ, പറഞ്ഞിട്ടില്ലേ പറഞ്ഞിക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം അതിനകത്ത് ഇനി പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമായിട്ടുള്ള ദൈവദൂതന്മാർക്കും കൊടുത്തിട്ടുണ്ടെന്നല്ലോ, ദൂത് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താ മാർഗം? അതിനും സൂറേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 40-78 പറയുകയാണ്, പ്രവാചക നിനക്ക് മുമ്പ് നാം ധാരാളം ദൈവദൂതന്മാരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ ചിലരുടെ ചരിത്രം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, ചിലരോട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ നാം അവതരിപ്പിച്ചതായ ഈ മാർഗദർശനത്തിൽ എന്ന് വെച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച് നിനക്കെന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് മുമ്പേ വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു കൊള്ളുക. അപ്പൊ എവിടെ ബൈബിൾ തിരുത്തിയത്? ഏത് കാലഘട്ടത്തിലാണ് തിരിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, എപ്പോഴത് വന്നേന്നുള്ളത്. അപ്പം ബൈബിൾ തിരുത്തിയെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചോളുക എന്നല്ല പറയണ്ടേ. മലയാള ഭാഷ അറിയുന്നവർക്കറിയാം എന്താണ്. നേരത്തെ പാരായണം ചെയ്തിട്ട് മറന്നു പോയിട്ടുള്ളവരോടോ അല്ലെങ്കിൽ പിന്നീട് തിരുത്തിയിട്ടുള്ളവരോടോ പോയി ചോദിക്കാനാ പറയണ്ടേ. അപ്പൊ വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതാരോടാണ്? എല്ലാ കാര്യങ്ങളും യൂതികളോട് ചോദിക്കാൻ പറ്റില്ല, യഹൂദന്മാരോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പഴയ നിയമം മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ നിയമത്തിലെ കാര്യങ്ങളും കൂടെ അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരന്മാരുടെ ഗുരുസ്ഥാനികളാണ് ആര്? ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഒരു ഗുരുസ്ഥാനി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സഹോദരനായിരിക്കുന്ന, എൻ്റെ ശിഷ്യനായിരിക്കുന്ന അക്ബർ സാഹിബിനോട് പറയുകയാണ്, നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരിക, നിന്നെ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചു തരാം, എങ്ങനെ വേദപുസ്തകം വ്യാഖ്യാനിക്കണമെന്ന് പഠിപ്പിച്ചു തരാം, തന്നെ ഞാൻ ശരിയായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പ് അങ്ങേക്ക് ഞാൻ തരികയും ചെയ്യാം എൻ്റെ സഹോദര. അതുകൊണ്ട് ഗുരുസ്ഥാനികളായിരിക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് അപവാദം പറയുമ്പോൾ കുറച്ചൊക്കെ ആലോചിക്കേണ്ട എൻ്റെ സഹോദര. രാഹി അധ്യാപകരെ കുറിച്ച് എത്രത്തോളം മോശമായിട്ട് പറയാൻ കഴിയൂല്ലേ? പറയുന്നതിനൊരു അറുതിയില്ലേ? അപ്പൊ ഗുരുസ്ഥാനികളായിരിക്കുന്ന വേദക്കാരോട് ചോദിച്ച് പഠിക്കാൻ പറയുമ്പോൾ അത് ചെയ്യാതെ അതെല്ലാം തിരുത്തി റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാണ്? ഇനി പ്രവാചക അവനാകുന്നു നിനക്ക് ഈ വേദം അവതരിച്ചെന്നുള്ളത്. ഇതിൽ 2 തരം സൂക്തങ്ങളുണ്ട്. ഒന്ന് മുഹമ്മദ്, അതായത് വേദത്തിൽ മൂലഘടകം. 2 മുതശാബിഹാത്ത് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. അതിലൊന്ന് മനസ്സിലാകുന്നതും മറ്റൊന്നും മനസ്സിലാകാത്തതും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അടുക്കൽ 16 ക്രൈസ്തവർ ചെന്നു. പറഞ്ഞു, മുഹമ്മദ് സാഹിബേ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായിട്ടല്ല വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരായത്ത് കിട്ടിയതാണ്. എന്താണെന്നറിയാമോ? ക്രൈസ്തവരോട് മറുപടി പറയാൻ വേണ്ടി കിട്ടിയ ആയത്ത്. ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകൂല. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഈ മനസ്സിലാകുന്ന ആരോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ആശയങ്ങൾ അല്ലാഹുവാണ് മനസ്സിലാക്കുന്നത്. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. നേരെ മറിച്ച് ജ്ഞാനത്തിൽ പക്വത പ്രാപിച്ചവരോ പറയുകയാണ്, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇതെല്ലാം ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. ഏത് കാര്യത്തിൽ നിന്നും ശരിയായ പാഠം പഠിക്കുന്നത് ബുദ്ധിമാന്മാർ മാത്രമായിരിക്കും.
ആരാണ് ഈ ബുദ്ധിമാന്മാർ? സൂറ 5:82 പറയുന്നു, തങ്ങൾ നസ്രാണികളാണ് എന്ന് പറഞ്ഞവരാകുന്നു മമതയാൽ വിശ്വാസികളോട് ഏറ്റവും അടുത്തവരെന്നും അവരിൽ ദൈവഭക്തരായ ജ്ഞാനികളും ലോകപരിത്യാഗികളായ പുരോഹിതന്മാരും ഉണ്ടെന്നതും അവർ അഹങ്കാരികളല്ല എന്നത്രേ ഇതിന് കാരണം. അപ്പോൾ പുരോഹിതനായിരിക്കുന്നത് ഞാൻ അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പാപ്പരത്വമാണ്. കാരണം അവരുടെ വേദം പറയുന്നു, വേദജ്ഞാനികളായിട്ടുള്ള പുരോഹിതന്മാർ തീർച്ചയായിട്ടും താഴ്മയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നസ്രാണികളിൽ നിന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ നസ്രാണികൾക്ക് നേരെ, ക്രൈസ്തവർക്ക് നേരെ എന്തിനാണ് ഈ ദ്വന്ദ്വയുദ്ധം? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പൊ മൂപ്പർ വാളെടുത്ത് കുടുങ്ങിയിരിക്കുക, എപ്പോഴാണ് തിരിച്ച് വെട്ടുകിട്ടുക എന്നറിയില്ല. കാരണം മുസ്ലിം സഹോദരന്മാർ തന്നെ അതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ കർക്കശമായിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട്, ഈ പരിപാടി നിർത്തണം, ക്രൈസ്തവ പുരോഹിതന്മാരെ വേദിയിൽ വിളിച്ച് അപഹസിക്കരുത്, അപമാനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ, എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള അനേക മുസ്ലിം സഹോദരന്മാർ, പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇനി എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അയ്യൂബ് നബീനെ കുറിച്ചൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ, ഇയ്യോബിനെ കുറിച്ചുള്ളത്. എന്നാൽ ഈ ഇയ്യോബിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ എവിടെ വായിക്കണം? ഹദീസ് വായിച്ചാൽ പോരാ. അത് വായിക്കണമെങ്കിൽ എവിടെ വായിക്കണം? ബൈബിള് വായിക്കണം, ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കണം. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞില്ല, ഇനി നമ്മളൊരു ബലിപെരുന്നാൾ നടത്താറുണ്ടല്ലോ. ഈ ബലിപെരുന്നാളൊക്കെ നടത്തുമ്പം ആരെയാണ് ബലി കഴിച്ചതെന്ന് അറിയാതെയാണോ എൻ്റെ സഹോദരന്മാർ ഈ ബലിപെരുന്നാൾ നടത്തുന്നത്? ആണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായിട്ട് ബലിപെരുന്നാൾ നടത്തുമ്പോൾ അവരിൽ തന്നെ വളരെ കൺഫ്യൂഷനാണെന്ന് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ശ്രീമാൻ MM അക്ബർ തന്നെ സമ്മതിക്കുന്നുണ്ട്. തഫീഫുൽ ഖുർആൻ എന്ന് പറയുന്ന മൗദൂദി സാഹിബ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഖുറാനിലും അതിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഒരു ഭാഗം വരുമ്പോൾ, അഥവാ സൂറ 37 98 മുതൽ 113 വരെയുള്ള വാക്യങ്ങളിൽ, ആയത്തുകളിൽ അത് വരുമ്പോൾ ഇബ്രാഹിം നബി ബലി കഴിച്ചത് ഇസ്മായിലിനെയാണോ ഇസാക്കിനെയാണോ എന്നുള്ള സംശയം. എന്നിട്ട് പറയുകയാണ്, ഈ കാര്യത്തെക്കുറിച്ച് ഉമ്മർ ഖലീഫ മുതൽ ആലി വരെയും, ആലി മുതൽ 20ഓളം സഹാബിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയണ്ടേ? അവർ പറഞ്ഞതായ കാര്യം അത് ഇസഹാക്കിനെ തന്നെയാണ് എന്നാ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സമ്മതിക്കുന്നതായ ഒരു പുസ്തകമാണ് തബാരിയുടെ ഗ്രന്ഥത്തിൽ. തബാരിയും വ്യക്തമായിട്ട് പറയുന്നു. ഇടയ്ക്കിടെ നടന്ന ഒരു സംവാദത്തിൽ MM അക്ബർ സാഹിബിനോട് ചോദിച്ചു, ഖുറാനികമായിട്ട്, ഖുറാന്റെ വെളിച്ചത്തിൽ ഉരുണ്ടും പരണ്ടുമുള്ള മറുപടി ഒന്നും വേണ്ട, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമേ തരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവ്, ഒരു ക്രൈസ്തവൻ ചോദിച്ചു, ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് ഖുറാനികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, പറ്റുകയില്ല, പറ്റൂലെന്ന്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അതായത് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഇസ്മായേൽ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ സ്നേഹിതൻ ചോദിച്ചപ്പോൾ MM അക്ബർ സാഹിബ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ വാചകം, പറ്റുകയില്ല എന്നുള്ള. CD നമ്മുടെ കയ്യിലുണ്ട്, പറ്റൂലെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് കാര്യം? അപ്പോൾ അതെങ്കിലും അറിയണമെങ്കിൽ ക്രൈസ്തവരോട് ചോദിച്ചോണം, ക്രൈസ്തവർ പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു കൊടുക്കും. അവിടെ വ്യക്തമായിട്ട് ആരെയാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതെന്നും, എന്തുകൊണ്ട് കൊണ്ടുപോയി എന്നും, എന്തുകൊണ്ട് തിരികെ കിട്ടിയെന്നും, അതെന്തിൻ്റെ നിഴലായിരുന്നു എന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകണം സാഹിബേ, പറയണതിന് മുമ്പേ. പിന്നെ അവർ ഗോഡ് ആൻഡ് യുവർ ഗോഡ്, ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം ഒന്ന്, അപ്പൊ ഞങ്ങളും നിങ്ങളും രണ്ട് അല്ലേ? സത്യത്തിൽ ഒരു ദൈവമാണ് അതെങ്കിൽ എങ്ങനെ പറയണ്ടേ? ചങ്ങായിമാരെ, നമ്മുടെ ഒക്കെ ദൈവം ഒന്നല്ലേ എന്നാ പറയണ്ടേ? സാധാരണ നമ്മുടെ ചേട്ടന്മാർ ക്രിസ്ത്യാനികള് ഓലെ സോപ്പിടാൻ വേണ്ടി പറയാറുള്ളൊരു വാക്കുണ്ടല്ലോ, എല്ലാം ഒന്നാണെന്നേ, എല്ലാം ഒന്നാ, അല്ലാഹു യഹോവ എല്ലാം ഒന്നാ. വിവരത്തിന്റെ പാപ്പരത്വം എന്നല്ല, നമുക്ക് എന്താ പറയാനാ? അല്ല, യഹോവയാം ദൈവം അല്ല അല്ലാഹു. അല്ലാഹുവിന്റെ പ്രത്യേകത എന്താണെന്നുള്ള ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം ഒന്നാണ് എന്ന് പറയുമ്പോഴും ഒരേ ദീനാണ്, ഒരേ ദീനെന്ന് പറഞ്ഞാൽ ഒരേ മതമാണ് ഇബ്രാഹിമിനും നൂഹിനും നിനക്കും നാം അവതരിപ്പിച്ചതെന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് പരിശോധിക്കണം. പരിശോധിക്കുന്ന ഏതിൻ്റെ മാനദണ്ഡത്തിലായിരിക്കണം? ഇത് ശരിയോ തെറ്റോ എന്നുള്ള പരിശോധിക്കാൻ ഏതിൻ്റെ മാനദണ്ഡത്തിലാണ്? നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാറിൻ്റെ ഒരു പാർട്സ് ഇറങ്ങിയാൽ ഉടനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ ഇറങ്ങും, ഇല്ലേ? ഒരു ഒറിജിനൽ സാധനം ഇറങ്ങിയാൽ ഉടനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ധാരാളമായിട്ട് ഇറങ്ങും.
ഒരു നല്ല നോട്ട് ഉള്ളത് കൊണ്ടാണ് എന്തുള്ളത്? കള്ളനോട്ടുള്ളത്. ഈ കള്ളനോട്ട് സുലഭമാണ് നമ്മുടെ നാട്ടിലെന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്തായിരുന്നാലും ഇത് കള്ളനോട്ടാണോ നല്ല നോട്ടാണോ എന്നുള്ളത് എങ്ങനെയാണ് പരിശോധിക്കുന്നത്? നല്ല നോട്ടിനെ എടുത്തിട്ട് കള്ളനോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ പരിശോധിക്കുക? ആണോ? അല്ല, പിന്നെന്തിൻ്റെയാ? നല്ല നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കള്ളനോട്ട് പരിശോധിക്കുക. ഇവിടെ നമ്മൾ അത് തന്നെയാണ് മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളല്ല പറഞ്ഞത് നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും എന്നാണെന്ന്. ആരാ പറഞ്ഞത്? അസ്രത്ത് മുഹമ്മദാണ് പറഞ്ഞത്. അസ്രത്ത് മുഹമ്മദ് അങ്ങനെ പറഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞപ്പോൾ, ഖുറാനികമായിട്ട് അള്ളാഹു തന്നെ പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അതിന് മുൻ പറഞ്ഞിരിക്കുന്ന വേദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ വേദങ്ങളുടെ അടിസ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വഭാവം എന്ത്, യഹോവയുടെ സ്വഭാവം എന്ത്, നേരത്തെ ഭാഷാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ബിബ്ലിക്കൽ ആസ്പെക്ട്സിലും നിന്നുകൊണ്ടാണ് ബ്രദർ ജെറി സംസാരിച്ചത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറെ രണ്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒന്ന് ദൈവശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലും സാത്താന്യ ശാസ്ത്ര വീക്ഷണത്തിലുമാണ്. എനിക്കറിയാം ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണെന്ന്. പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റുകയല്ലോ. എത്ര കാലം മൂടിക്കെട്ടിക്കൊണ്ട് നടക്കും? ഇത് പറയിച്ചതാരാ? എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാർ ഓർക്കണം, ഇത് ഞങ്ങളെ കൊണ്ട് പറയിച്ചത് നിങ്ങളുടെ ദാവാ പ്രസംഗനായിരിക്കുന്ന സംവാദ വീരൻ എന്നറിയപ്പെടുന്നതായ ശ്രീമാൻ എം അക്ബർ തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല, പറയും. പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ആധികാരികമായിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തും ചെയ്യാനും പറയാനുള്ള അനുവാദം ഞങ്ങൾ തരികയാണ്. ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളിതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് വഷളായിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിൽ യഹോവയാം ദൈവത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പിശാച് ദൈവത്തിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ അകറ്റുവാൻ ശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് SMS വാചകത്തിൽ 3 ഉദാഹരണം പറയാം. ഒന്ന്, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയതായിട്ട് അറിയാം. യഹോവയുടെ സാന്നിധ്യമുള്ളതായ ദേശമായിരുന്നു അത്. യഹോവയാം ദൈവത്താൽ വിളിക്കപ്പെട്ട് നയിക്കപ്പെട്ടു വന്ന ജനത്തിന്റെ മുമ്പാകെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുവാൻ അഹരോന് സാധിച്ചു. മോശ അതിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് നമ്മൾ വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് ജെരോബെയാം അതേപോലെ തന്നെ 2 ദേവനെ ഉണ്ടാക്കി വെച്ചതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇസ്രായേൽ മക്കളെ ആരാധിക്കുവാൻ, ആ ദേവന്മാരെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു. വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ അവിടെ ആഹാബ് എന്ന് പറയുന്ന ആ രാജാവ് ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞിയുടെ ദുരിത കൊണ്ട്, അവളുടെ നിർബന്ധം കൊണ്ട് ബാൽ ദേവന് വേണ്ടി 300 ചില്ലുവാനും പ്രവാചകന്മാരെ ഉണ്ടാക്കിയത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ ഉടനീളം സത്യദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ കാപഠ്യമുള്ളതായ ഒരു ദേവൻ അല്ലെങ്കിൽ ദേവത അല്ലെങ്കിൽ അതേപോലുള്ളതായ ചില മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള വാണിംഗ്, താക്കീത് സ്വർഗത്തിലെ ദൈവം മുന്നമേ തന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണാം. അവിടെ നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നവൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പറയുന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ എവിടെ നിന്ന് വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ചിന്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ അരുണോദയപുത്രനായിരിക്കുന്ന ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ, സത്യദൈവമായിരിക്കുന്ന യഹോവയാം ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ ആരംഭകാലം മുതൽ തന്നെ ആരംഭം കുറിച്ചവനെ കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പറഞ്ഞതായ കാര്യം ഇതാണ്: ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. നിഗളിയും അഹങ്കാരിയുമായി തീർന്ന ആ കെരൂബ്, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന മനോഹര രൂപിയായിരുന്ന ആ കെരൂബ് എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്നുള്ളത് നാം ചിന്തിക്കണം. ഖുർആനികമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇസ്ലാമിന്റെ ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നരകമുണ്ടാക്കുന്ന സമയത്ത് നരകത്തോട് അള്ളാഹു ഒരു കരാർ വാങ്ങിയിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? ഞാൻ നിന്നെ മനുഷ്യരെ കൊണ്ട് നിറച്ചുകൊള്ളാമെന്ന്. അപ്പം അന്ന് തന്നെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ഇവിടെ ഈ അരുണോദയപുത്രനായ ശുക്രൻ പറയുകയാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും. എസ്കേൽ 28-ന്റെ 1 മുതൽ 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: മനുഷ്യപുത്ര, നീ സ്വപ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നീ അവിടെ നിന്നേക്കുമായിട്ട് വീണിരിക്കുന്നു. ഇതിന്റെ പൊരുള് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ യഹോവയുടെ സ്വഭാവവും അള്ളാഹുവിൻ്റെ സ്വഭാവവും കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് സത്യദൈവമേത് എന്നും സത്യമല്ലാത്തതാരെ എന്നും ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാ പ്രവാചകൻ പറയുന്നത് പോലെ, യഹോവ സത്യദൈവമെങ്കിൽ നിങ്ങൾ അവനെ ആരാധിപ്പീൻ, അല്ല ബാലാകുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും അവൻ്റെ പിന്നാലെ പോകണം. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചേരുന്ന ഒരു വെല്ലുവിളി അതാണ്. സത്യദൈവം യഹോവയാം ദൈവമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയം കൂടാതെ അത് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ കൊച്ചു കേരളത്തിൽ, സ്വതന്ത്ര ഭാരതത്തിൽ ഏത് മതവും ഏത് വർഗവും ആർക്കും സ്വീകരിക്കാനുള്ള അനുവാദം എൻ്റെ NDF സഹോദരന്മാർ പോലും ഇപ്പോൾ പരസ്യമായിട്ട് അവിടെ ഇവിടങ്ങളിലൊക്കെ നോട്ടീസ് ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് മതം മാറുന്ന കുറ്റകരമല്ല. ഇവിടെ മതം മാറ്റത്തിലേക്കല്ല, മാനസികമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള മാറ്റത്തിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ. അല്ല, നിങ്ങളുടെ ദൈവമാണ്, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ദൈവമെങ്കിൽ ഞാൻ ഈ ലോകയൊക്കെ കളഞ്ഞിട്ട് നിങ്ങളുടെ പിന്നാലെ വന്നോളാം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് താഴ്മയോടും വിനയത്തോടും പറയാൻ കഴിയും, അത്യുന്നതനായിരിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഓർക്കുമ്പോൾ ആ ദൈവത്തോടൊപ്പം പറയുവാൻ ഈ ലോകത്തിൽ മറ്റൊരു ദൈവത്തിന് സാധ്യമല്ല. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം മോശയോട് സംസാരിച്ചതിനെ കുറിച്ച് പറയുന്നു. അത് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂറയിലും പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറ 4:164 പറയുകയാണ്, മൂസയോട് അള്ളാഹു ശരിക്കും സംസാരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. മോശയോട് അള്ളാഹു ശരിക്ക് സംസാരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് വ്യക്തിത്വമുണ്ടോ, അള്ളാഹുവിന് പേഴ്സണാലിറ്റി ഉണ്ടോ, അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഖുറാനിൻ്റെ മൗലികത എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അക്ബർ സാഹിബ് പറഞ്ഞിരിക്കുകയാണ്, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വില്ല് മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. വില്ലെന്ന് പറഞ്ഞാൽ ഇച്ഛ, ബാക്കിയൊന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടൂല. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് മോശയോട് അള്ളാഹു സംസാരിച്ചത് എന്താണ് എന്ന്, എന്തിനു വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവർ തന്നെ നമുക്ക് അനുവാദം തരുന്നു. ആരോട് ചോദിക്കാൻ? വേദക്കാരോട് ചോദിക്കാൻ. വേദക്കാരുടെ ഗ്രന്ഥം എടുക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് മോശയോട് യഹോവയാം ദൈവം വെളിപ്പെട്ടു കൊടുത്ത് സംസാരിക്കുന്നത്. അവിടെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, മോശ ദൈവത്തോട് ചോദിക്കുന്നു, സംസാരിക്കുന്ന കൂട്ടത്തിൽ, നിന്റെ പേരെന്താണ്? ദൈവമേ, അങ്ങയുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ, പേരില്ലായിരുന്നുവെങ്കിൽ, ദൈവത്തിന് അങ്ങനെ ഒരു പേരില്ലായിരിക്കും, ദൈവത്തിന് അങ്ങനെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ജിന്റെ പേരെന്തിനാണ് ചോദിക്കണേ? ജിന്റെ പേര് ചോദിച്ചാൽ ഞാൻ ശരിയാക്കി കളയും, ഞാൻ പറയണ കേട്ടാ മതി എന്ന് പറയൂലേ. എന്നാ സർവശക്തനായ ദൈവം അങ്ങനല്ല പറഞ്ഞത്. അവൻ തൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തൂലേ? ചോദിച്ചാൽ മനസ്സിലായോ? നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവൃത്തിയിൽ കാണൂലേ? കാണും. അപ്പം ഞാൻ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് എൻ്റെ പ്രവൃത്തി കൊണ്ട് നോക്കിയാൽ മതി. അപ്പം യഹോവയാം ദൈവം എങ്ങനെയുള്ളവനാണെന്നും അള്ളാഹു എങ്ങനെയുള്ളവനാണെന്നും പ്രവൃത്തി നോക്കിയാൽ പോരെ കൂട്ടരെ, പിന്നെ വേറെന്തെങ്കിലും വേണോ? അപ്പം അതിനകത്ത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം തൻ്റെ പേര് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം, അതാ പദം യഹോവ എന്നാണ്. അതിന് തുടർന്ന് 3:15 പുറപ്പാട് 3:15 യഹോവയാം ദൈവം പറയുകയാണ്, ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറയായ എൻ്റെ ജ്ഞാപകവുമാകണം. AD 560 വരെ ഇതെന്റെ പേരായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ പേരിന് മാറ്റം വരുമെന്ന് മോശയോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വിശ്വസിച്ചേനെ. അത് പറഞ്ഞില്ല. കാരണം ഇത് തലമുറയായി എൻ്റെ ജ്ഞാപകവും എന്ന് പറഞ്ഞാൽ, ഭൂമി ഉള്ളിടത്തോളം കാലം, ഭൂമിയിൽ മനുഷ്യൻ ചരിക്കുന്നിടത്തോളം കാലം, ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ പേരിന് മാറ്റം വരുന്നില്ല, അവന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അവൻ എന്നേക്കും ഒരേ സ്വഭാവം വെച്ച് പുലർത്തുന്നവനാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 സ്വഭാവം 3 തലങ്ങളിൽ വരുന്നല്ലേ. 23 വർഷത്തിനുള്ളിലെ 3 പ്രാവശ്യം സ്വഭാവം മാറ്റി
മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് വേറെയും പല കാര്യങ്ങളും ചെയ്തു. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ട് കേരളത്തിലുടനീളമുള്ള നമ്മുടെ സൗകര്യങ്ങളെ പഠിപ്പിക്കണമെന്ന് നിശ്ചയിച്ചാണ് ഈ കളരിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവമക്കളായിരിക്കുന്ന നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ എവിടെ ഇതേപോലുള്ള പ്രോഗ്രാം, അതിന് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ അടക്കം ആര് വന്ന് അവരെ ഇരുത്തിക്കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് പല വിഷയങ്ങൾ, ഞങ്ങൾ 13 വിഷയം കൊടുത്തിരുന്നു കേട്ടോ, 1, 2 എന്നല്ല 13 വിഷയം കൊടുത്തിരുന്നു. അതിൽ 13ാമത്തെ വിഷയമാണ് മൂപ്പർക്ക് താല്പര്യം എന്ന് പറഞ്ഞത്. അതാണ് ഖുറാനിലെ വകയെ ദൈവികമോ ബൈബിൾ ദൈവ വിശ്വാസം എന്നുള്ളത്. അതിന് മുമ്പ് വേറെ പല വിഷയം ഉണ്ടായിരുന്നു. 1ാമത്തെ വിഷയം തന്നെ ഈ ഇതിനെക്കുറിച്ചായിരുന്നു, ദൈവികത്വത്തെക്കുറിച്ച്. അത് പറയാൻ മൂപ്പർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തുടർന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ മീറ്റിംഗ് നടത്തി ഞങ്ങളെ ആരെങ്കിലും വിളിച്ച് ഇതേപോലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പഠിക്കാൻ താല്പര്യമാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. അതിനകത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട് ഉത്തരം തരുവാൻ തൊക്കെയാണ് സ്വർഗത്തിലെ ദൈവം ജ്ഞാനവും വിവേകവും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ ധൈര്യമായിട്ട് തന്നെ നമ്മുടെ സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ, അവർ യേശുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ ആവർത്തനം 18:16 ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾക്കുവാനും ഈ മഹത്തായ തീ കാണുവാനും എനിക്ക് ഇടവരരുത് എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അപ്പോൾ ദൈവത്തിന്റെ പേര് എന്ത് എന്നുള്ളത് വ്യക്തമാക്കി തീർത്തു. അത് അന്ന് യഹോവ എന്നോട് അരുളിച്ചത് എന്തെന്നാൽ, അപ്പോൾ യഹോവ എന്ന് മോശ തന്റെ ജനത്തെ പഠിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ അക്ബർ സാഹിബ് ഒരു പുതിയ ലേഖനവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ, യഹോവ എന്നുള്ളത് ഒരു ട്രൈബൽ പേരാ, ഗോത്രവർഗത്തിന്റെ ദൈവത്തിന്റെ പേരാ. അതും കൊണ്ട് പുതിയ കണ്ടുപിടുത്താണെന്ന് കേരളത്തിലുള്ള നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ വിശ്വസിക്കും. പക്ഷേ അതിന് മുമ്പേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ പേരൊക്കെ ഇതേപോലുള്ള ആർട്ടിക്കിളൊക്കെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. മൂപ്പർ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തെ ഉള്ള നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ വിചാരിക്കും, സാഹിബ് പറയണൊക്കെ ശരിയാ, സാഹിബ് പറയണ ശരിയാ. ISMന്റെ ഒരു നേതാവിനെ ഒരിക്കൽ ഞാൻ വിളിച്ചു ചോദിച്ചു, ഒരു സംശയം കൊണ്ടാണ് സുഹൃത്തെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനോട് ചോദിച്ചു, ഇബ്രാഹിം നബി ബലി കഴിച്ച പുത്രൻ ആരാണ്? അത് പറഞ്ഞു, ഇന്നേക്കാളും നന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുണ്ട്. ആരാണത്? അത് ഈ അക്ബർ സാഹിബാണ്. അക്ബർ ഖാനോടൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അദ്ദേഹം മഹാപണ്ഡിതനല്ലേ, അദ്ദേഹത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഏഴയ്ക്ക് കഴിയുമോ? അങ്ങനൊന്നുമില്ല, മൂപ്പരോട് ചോദിച്ചാൽ മതി. അപ്പൊ അവരുടെ വിചാരം ആധികാരികമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ആധികാരികമായിട്ട് മറുപടി പറയാൻ ഞങ്ങളുടെ സാഹിബിന് കഴിയും. അതുകൊണ്ട് സാഹിബാണ്, പ്രവാചകർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആധികാരികം ആയിട്ടുള്ള ആളെന്നാ. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവിന്റെ പാപ്പരത്വം വെളിപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളൊന്ന് വായിച്ചാൽ നമ്മൾ ചിരിച്ചു പോകും, പലതും വായിച്ചിട്ട്. നേരത്തെ പാസ്റ്റർ വറീസം ശാമുൽ പാസ്റ്റർ പറഞ്ഞല്ലോ, മദ്യം വിളമ്പുന്ന യേശു. എന്തൊരു വൃത്തിഹീനമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. വേദപുസ്തകത്തെയൊക്കെ അദ്ദേഹം തുച്ഛീകരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന്റെ ദൈവസ്നേഹം അവന്റെ ഹൃദയത്തിലില്ലെങ്കിൽ അവൻ ശരിക്കും ഒരു ഇസ്ലാമിക ചിന്താഗതിക്കാരനാണെങ്കിൽ അവിടെ വെച്ച് അടി നടക്കും. പക്ഷെ അത് ചെയ്യല. കാരണം എന്താ? ഒരു ചേടത്ത് അടിച്ചാൽ മറ്റേ ചേടും കാണിച്ചു കൊടുക്കാനാണ് വൈണം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ചെയ്യല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത്രയും തരം താഴാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് പലതിനും നമ്മൾ മറുപടി പറയാതെ വിട്ടേച്ചു പോവുകയും കൂടിയാണ്. അപ്പോൾ ആവർത്തന പുസ്തകം 18:22 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളിച്ചതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചത്രേ, അവനെ പേടിക്കരുത്. പേടിക്കരുത്. പ്രവാചകർക്ക് തന്നെ പേടിയുണ്ടായിരുന്നു, എനിക്ക് വല്ല മാരണവും സംഭവിച്ചോ എന്നാണ്. ആദ്യത്തെ ഇക്ര എന്നും പറഞ്ഞ് ജിബ്രീൽ വന്ന് മൂപ്പരെ പിടിച്ചു ഞെക്കിയപ്പോൾ മൂപ്പര് ഓടിപ്പോയി ഭാര്യനോട് പറഞ്ഞു, ഖദീജനോട് പറഞ്ഞു, ഇന്നെ പുതപ്പിക്കുക, ഞാൻ മരിച്ചു പോകും, ഇന്നെ പുതപ്പിക്കുക. അപ്പൊ ചോദിച്ചു, എന്താണ്? എനിക്ക് മാരണം ബാധിച്ചിരിക്കുന്നു. ആരാ പറഞ്ഞത്? മാരണം ബാധിച്ച വ്യക്തി പറയുകയാണ്, എനിക്ക് മാരണം ബാധിച്ചു. അപ്പം 36 പറഞ്ഞു കൊടുത്തു, അങ്ങനല്ല. പഴയ നിയമത്തിൽ നമ്മള് വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും അരുളപ്പാട് കിട്ടണമെങ്കിൽ പ്രവാചകന്റെ അടുക്ക പോകും. ഇത് താൻ പ്രവാചകനാണോ എന്ന് അറിയാൻ വേണ്ടി ഭാര്യന്റെ അടുക്ക പോയ ഒരു ഗതികേടാണ് നമ്മുടെ പ്രവാചകൻ ഉണ്ടായത്. അപ്പം ഖുറാനിൽ ഇലാഹിയുടെ പേര് യഹോവ എന്നല്ലെന്ന് മാത്രമല്ല, അല്ലാഹു ആണെന്നും പറയുകയും അല്ലാഹു സ്വയമേ പുകഴ്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂറ ബനി ഇസ്രായേൽ 110-111 പറയുന്നുണ്ട്, പ്രവാചകൻ അവരോട് പറയുക, അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ റഹ്മാനെ കരുണാമയനെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ഏത് പേരും വിളിച്ചും പ്രാർത്ഥിച്ചോ, ഏത് പേരും വിളിച്ച് പ്രാർത്ഥിച്ചോളുക. വിശിഷ്ട നാമങ്ങളൊക്കെ അവനുള്ളതാണ്. നേരത്തെ ബ്രദർ ജെറി പറഞ്ഞു, 99 വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമം ദാർ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ. വിളിച്ചോട്ടെ രാവിലെ എണീച്ച്, ഇന്റെ വഞ്ചകനെ
കരുണ കാണിക്കണേ, എന്റെ വഞ്ചകനെ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കോ സുഹൃത്തുക്കളെ? ഏത് പേര് വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് റഹ്മാനെ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം ഇതേ കാര്യമാണ് നമ്മുടെ അരുണോദയ പുത്രനായ ശുക്രനും പറഞ്ഞത്. എന്താണെന്നറിയണ്ടേ? അത് നമുക്ക് നോക്കാം. മൂപ്പര് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അതിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു സൂറ ഖുറാനിൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. സൂറ ഹൂദ്, അതായത് 11-ാം സൂറ 7-8 ആയത്തുകൾ. അവനത്ര ആകാശ ലോകത്തെയും ഭൂമിയെയും 6 നാളുകളിൽ സൃഷ്ടിച്ചത്. അതിനു മുമ്പ് അവന്റെ സിംഹാസനം ജലത്തിന്മീതെയായിരുന്നു. ജലത്തിന്മീതെയായിരുന്നു. അതിനെക്കുറിച്ചാണ് സാഹിബ് പറഞ്ഞത്, എവിടെയാണെന്ന് ചോദിക്കരുത് എന്ന്. അപ്പം മറ്റവൻ പറഞ്ഞത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം വെക്കുന്ന. മേഘത്തിൽ എന്താ ഉള്ളത്? ജലഗണികകൾ തന്നെയാണ്. അപ്പം ഇവിടെ ഇരിക്കുന്നു ആരാണ്? അപ്പം അത് വ്യക്തമായല്ലോ. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ, അതൊന്നും പറയാണ്ട് തീരൂല. അതിനാണ് എൻ്റെ സ്നേഹിതന്മാരെന്നോട് പറഞ്ഞ്, അച്ഛൻ പറയുമ്പം കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിർത്തി പറയാൻ വേണ്ടിയിട്ട്, വേഗത്തിൽ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞാലും പറയുമ്പോൾ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവനെ പിതൃത്വവും പുത്രത്വവും ഉള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പെണ്ണ് കെട്ടി മക്കളുണ്ടായെന്നുള്ള അർത്ഥമല്ല. അങ്ങനെ ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് പലപ്പോഴും മനസ്സിലുണ്ടാകുക. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആദ്യം ചോദിക്കണ ചോദ്യ, അപ്പൊ അള്ളാഹുവിന്റെ ഭാര്യ ആര്? അള്ളാഹുവിന്റെ ഭാര്യ ആര്? അതാ ചോദിക്കുക. അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് ആയിട്ടില്ല അതുവരെ. ഞങ്ങളിപ്പോഴും ആ തലത്തിൽ മാത്രമേ കിടക്കണേ. എന്നാൽ ഇവിടെ പറയുന്ന പിതൃത്വം പുത്രത്വം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം മുതൽ കാണാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനത്തിൽ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവം തന്റെ സിംഹാസനത്തിൽ അനാഥന്മാർക്ക് പിതാവാണ്. അപ്പം ദൈവം സ്വയമേ പറയുകയാണ്, ഞാൻ നിന്റെ പിതാവാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ ഏത് ഗ്രന്ഥമെടുത്തു ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്തെ അവിടെ വെളിപ്പെടുത്തി കാണാൻ കഴിയും. ഓശയപ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ ബാല്യമായിരുന്നപ്പോഴേ അവനെ എടുത്ത് കൊണ്ടു നടന്നു, ഞാൻ അവനെ വിളിക്കും തോറും അവൻ എന്നെ വിട്ട് അകന്നുപോയി. ഒരു പിതാവിൻ്റെ സ്നേഹമല്ലേ അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പിതാവ് പുത്ര എന്നുള്ള ഒരു ബന്ധം ദൈവത്തിനും തൻ്റെ ജനങ്ങൾക്കുമായിട്ട് ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. യെശയ്യാവ് 63:16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അപ്പോൾ അബ്രഹാം പോലും ഞങ്ങളെ മറന്നുകളയും, എന്നാൽ നീ മാത്രമാണ് ഞങ്ങളുടെ പിതാവ്. മലാക്കി 2:10 പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. മത്തായി 6:9 ജെറി ബ്രദർ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവകാശവും അധികാരവും നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. അതെങ്ങനെയാ അധികാരം അവകാശം കിട്ടുന്നതെന്ന് യോഹന്നാൻ 1:12 പറയുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, MM അക്കർ സാഹിബ് അടക്കം ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം ദൈവം ദാനമായി തന്നിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് ജീവിക്കണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെ വാക്യങ്ങളിൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയുടെ സന്തതിയായിട്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ ഖുറാനികമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ദൈവം നമ്മുടെ പിതാവ് അല്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നു. മാത്രമല്ല പിതൃത്വം നിഷേധിക്കുക കൂടാതെ സൂറ മറിയം 34-ാം ആയത്തിൽ പറയുകയാണ്, ഇതാകുന്നു മറിയമിന്റെ പുത്രൻ ഈസ, ഇതാകുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യപ്രസ്താവന. പുത്രനെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന്റെ സ്വഭാവമേ അല്ല, അവൻ പരിശുദ്ധനാകുന്നു. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ 88 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, കാരുണ്യകനായ തമ്പുരാനെ പുത്രനെ വരിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ, അതിമൂഢമായ വർത്തമാനമാകുന്നു നിങ്ങൾ ജൽപ്പിച്ചിട്ടുള്ളത്. ജനം കാരുണ്യകനായ തമ്പുരാന് പുത്രനുണ്ടെന്ന് വാദിച്ചത് മൂലം ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി പിളർന്നു പോവുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യാവുന്നതാണ്. സംശയമാണ്, ഉറപ്പൊന്നുമില്ല. അല്ലാഹുവായി പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ ആരോപിച്ചാൽ, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചാൽ, മറിയമിന്റെ മകനെ ദൈവപുത്രൻ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്.
കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്ന പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ അപ്പം സൂറ അൽ ജിന്നിൽ പറയുകയാണ്, ഇനി ഞങ്ങൾ നാഥനിൽ മറ്റാരെയും പങ്കുചേർക്കയില്ല. നാഥന്റെ അവസ്ഥ അത്യുന്നതവും അതിമഹത്വകരമാകുന്നു. അവൻ ആരെയും സഹധർമ്മിണിയായോ സന്താനമായോ ആക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഇതുവരെയും ക്രിസ്ത്യാനികൾ പറഞ്ഞ തെറ്റല്ലേ? അങ്ങനെ സഹധർമ്മിണിയാകാതെ കുട്ടി ഉണ്ടാകുമോ? അപ്പൊ ന്യായമായൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. എന്താ ചോദിക്കുന്നത്? അപ്പൊ ഈശ മറിയമ്മിന്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈശയുടെ പിതാവാരാണ്? അതിന് ഞങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിലെ, ഖുറാനിൽ ഞങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ജിബ്രീൽ എന്ന് പറയുന്നത് മലക്കാണ്. ആ മലക്ക് പരിശുദ്ധാത്മാവായിട്ടാണ് വന്നിട്ട് മറിയമ്മിനെ പിടിച്ചിട്ട് ഉണ്ടായ കുട്ടിയാണ്. വ്യാഖ്യാനാണ്. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാണി. അവിടം വരെ എത്തിയിരിക്കണം നമ്മുടെ ആളുകൾ. അപ്പം അപ്പം ഈ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ത്യജിക്കുക എന്നുള്ളത് അനാദികാലം മുതലേ അവന്റെ തന്ത്രമായിരുന്നു. അതിന്നും അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ആ തന്ത്രത്തിൽ നമ്മുടെ പല ചെറുപ്പക്കാരും വീണുകൊണ്ടിരിക്കുന്നു. എന്നാൽ പറയട്ടെ, തൃത്വ ദൈവത്തെ കുറിച്ച് വേദവസ്തും പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ദൈവം സ്നേഹവാനാണെന്ന് പറയുന്നത്. അറിയപ്പെടാത്ത യാതൊരു വിധത്തിലുള്ള സ്വഭാവ ശുദ്ധിയുമില്ലാത്ത ഒരു വ്യക്തി സ്നേഹിക്കാൻ കഴിയുന്നവനാണെന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകുക? ആരെയാണ് അങ്ങനെയുള്ള ദൈവം സ്നേഹിക്കുക? എന്നാൽ പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് പിതാവിനെയും സ്നേഹിക്കുവാൻ ഇടയാകുന്നതുകൊണ്ടാണ് സൃഷ്ടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്നത്. ദൈവം സ്നേഹവാനാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഖുറാനിലും പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന്. പക്ഷേ ആരോടാണ് എന്നുള്ളത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ദൈവത്തിന്റെ സ്നേഹം ബൈബിളിലുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. സൂറ 3 അതിന്റെ 31, 27, 55, 3:31 പറയുകയാണ്, പ്രവാചകൻ ജനത്തോട് പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുവീൻ. അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നവനാകുന്നു. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അതാണ് അല്ലാഹുവിന്റെ സ്നേഹം. ഖുറാനിലുണ്ട്. മാത്രമല്ല, ദൈവം നമുക്ക് അടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ടനാളത്തിനേക്കാളും അടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം എങ്ങനെയാണ് അടുത്തിരിക്കുന്നതെന്നോ നിങ്ങൾ ചോദിക്കരുത്. സൂറ 7 റോമാലേഖനം 5-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവകോപത്തിന് പാത്രീഭൂതരായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവത്തോട് അകന്നു കഴിയുമ്പോൾ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. പാപികളെ സ്നേഹിച്ചവനായ കർത്താവ്, ആ സ്നേഹം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ ആ സ്നേഹം കാണാൻ കഴിയും. അപ്പോൾ ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മളെ കരുതുന്നവനുമാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഖുറാനിൽ തന്നെ കാണാൻ കഴിയും. അവിടെ പറയുന്നത് യുദ്ധം ചെയ്യുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നു. ആരെയാ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന് സ്നേഹമില്ലെന്ന് പറയരുത്. പക്ഷെ യുദ്ധം ചെയ്യുന്നവരെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. നമ്മളാകട്ടെ, നമ്മുടെ ദൈവമാകട്ടെ, യുദ്ധം ചെയ്യുന്നവരായിരുന്നാലും ശരി, അവരുടെ യുദ്ധം വിട്ടു പോന്നു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നവനാണ്. യുദ്ധകളത്തിൽ പോകേണ്ടവരാണെങ്കിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ യുദ്ധം ചെയ്യുന്നവരെ മാത്രമല്ല, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നവനാണ്. താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ മനോഹരത്വത്തെ, ദൈവത്തിന്റെ കൃപകളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളപ്പോൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില പേരുകളൊന്നും എടുത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. സൂറ അൽ ഹസറിൽ പറയുകയാണ് ഒരു പദം. എന്താണെന്നറിയാമേ? 99 വിശിഷ്ട നാമങ്ങളിൽ അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമം അൽ മുത്കബീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൽ മുത്കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് പ്രൗഡ്, അഹങ്കാരിയായ, ഡംബിയായ അള്ളാഹു. ദൈവം അഹങ്കാരിയാണ്. ദൈവം അഹങ്കാരിയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അവിടെ പറയുന്നത് യഹോവയ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണ് സഭാപ്രസംഗിൽ പറയുന്നത്. ആ സഭാപ്രസംഗിൽ പറയുന്നത് ദൈവം വെറുക്കുന്നതായ 7 കാര്യങ്ങൾ. ഡംഭമുള്ള ഹൃദയം ദൈവം വെറുക്കുന്നു. മോശമായിട്ടുള്ള വികടമായിട്ടുള്ള സംസാരങ്ങളെ ദൈവം വെറുക്കുന്നു. അപ്പൊ ദൈവം വെറുക്കുന്നതായ ചില കാര്യങ്ങളാണ് അള്ളാഹുവിൽ കാണുവാൻ കഴിയുന്നത്. സത്യദൈവം വെറുക്കുന്ന എന്തും അള്ളാഹുവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. പിന്നെ തെറ്റായ ചില ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അന്ത്യ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അന്ത്യ ഖിയാമത്ത് നാളിൽ ന്യായം വിധിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരോടാണെന്ന് അറിയണ്ടേ? ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ അവർ പറയാറുള്ളൊരു പദമാണ്. ഈശോയോട് ചോദിക്കുകയാണ്, യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഇതാണ്: അന്ത്യ ഖിയാമത്ത് നാളിൽ, അന്ത്യന്യായവിധിയുടെ സമയത്ത്, എന്നെ കൂടാതെ നിന്നെയും നിന്റെ ഉമ്മ മറിയമ്മിനെയും അമ്മയും
രണ്ട് ദൈവങ്ങളായി ആരാധിക്കുവാൻ നീ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്തൊരു വ്യക്തി എഴുതിയാൽ പിന്നെ എന്താ എഴുതുക? ഇത് കൂടുതൽ അവിടെ അല്ലാഹു സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ഒരിക്കലെങ്കിലും എൻ്റെ മാതാവിനെ ആരാധിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തക പ്രകാരം എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലും അറിയാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കുവാൻ കഴിവില്ലാത്ത ഒരു ദൈവമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ സഹോദര, അത് വേദപുസ്തകത്തിൽ പറഞ്ഞ ദൈവമാണെന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഞങ്ങളുടെ ദൈവത്തെ അങ്ങനെ കൊച്ചാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ ദൈവം സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായിട്ടുള്ള ദൈവമാണ്. ഓക്കെ. പിന്നെ ഖുറാനിൽ പരസ്പര ബന്ധം ഇല്ലാത്ത പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യമാണ് അല്ലാഹു ആണ് ഈ കാണുന്ന എല്ലാത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തെറ്റായ ഒരു താരതമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയാം ദൈവം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് പോലെ ഇവിടെ പറയുകയാണ് അല്ലാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ അല്ലാഹു സൃഷ്ടികർത്താവാണ്, കരുണാമയനാണ്, ദയാപരനാണ് എന്നൊക്കെ ആരാത് പറയുന്നത്? അല്ലാഹു സ്വയമേ പറയുക കേട്ടോ. നബി തിരുമനസ്സുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സഹാബികൾ പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇറക്കിക്കൊടുത്തിരിക്കുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു തന്നെ പറയുകയാണ്. ആരെക്കുറിച്ച്? അല്ലാഹുവിനെ കുറിച്ച്. ഇത്രയും പൊങ്ങച്ചനായിരിക്കുന്ന ഒരു ദൈവം ഞാനിവിടെ വന്നിട്ട് പറയുകയാണ്, ഞാൻ നല്ലവനാണ്, സുന്ദരനാണ്, എനിക്ക് താടിയുണ്ട്, എനിക്ക് നീളമുണ്ട്, എനിക്ക് വെളുപ്പുണ്ട്, എനിക്ക് PhD ഉണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ പൊങ്ങച്ചത്തിൻ്റെ വാക്ക് കേൾക്കാനാണോ ഞാനിവിടെ വന്നിരിക്കുന്നത്? അല്ലേ? അല്ലാഹു സ്വയംകൃതനായിട്ട് പുകഴ്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആ വിധത്തിൽ അത്രത്തോളം തരം താന്ന ഒരു ദൈവം ബൈബിളിലെ ദൈവമല്ല എന്ന് സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കുന്നത് ശാസ്ത്രവീക്ഷണത്തിൽ പറഞ്ഞുകൊണ്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലൂസിഫറിൻ്റെ സ്വഭാവവും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അല്ലാഹുവിൻ്റെ സ്വഭാവവും ഒരുപോലത്തെ സ്വഭാവമാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നിന്നല്ല ഞാൻ പറയുന്നത്, ഖുറാനിൽ നിന്ന് പറയാൻ പറഞ്ഞു. 13 സാദൃശ്യങ്ങൾ. അല്ലാഹുവിൻ്റെ സ്വഭാവവും ഇബ്ലീസിന്റെ സ്വഭാവം 13 ഒരേപോലെ ഉള്ളത് ഖുറാനിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞ് നിർത്താം. സൂറ 22-ന്റെ 3-4 അവിടെ പറയുന്നത്, വിവരമില്ലാതെ അല്ലാഹുവിനെ കുറിച്ച് തർക്കുകയും ചടന്മാരായ സകല ചെകുത്താന്മാരെയും പിന്തുടരുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചെകുത്താനോ തന്നെ മിത്രമായി സ്വീകരിക്കുന്നവരെ തീർച്ചയായും വഴിപിഴപ്പിക്കുകയും നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവന്റെ വിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ശരിക്കും വഴിപിഴപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ പറയുകയാണ്, അല്ലാഹു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ സ്വഭാവവും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇബ്ലീസിന്റെ സ്വഭാവം ഒരുപോലെ തന്നെയല്ലേ? സൂറ 31-ന്റെ 21-ലും സൂറ 28-ന്റെ 41-ലും ഈ അല്ലാഹുവിന്റെ സ്വഭാവത്തെയും ഇബ്ലീസിന്റെ സ്വഭാവത്തെയും നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഒരേ സ്വഭാവമായിട്ട് കാണാം. രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആ സ്വഭാവമുള്ളവർ അത് വെളിപ്പെടുത്താതിരിക്കുമോ? അതെന്താണത്? ചെകുത്താൻ അവരെ ആളിക്കത്തുന്ന തീയിലേക്ക്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. 28-ന്റെ 41-ൽ അല്ലാഹു പറയുന്നു, നാം അവരെ നരകത്തിലേക്ക് വിളിക്കുന്ന സാരഥികളാക്കിയിരിക്കുന്നു. ഇനി സൂറ 29-ന്റെ 38-ൽ പറയുകയാണ്, നരകത്തിലേക്ക് പോകുവാൻ ചെകുത്തന്മാർ അവരുടെ പ്രവൃത്തികളെ ആകർഷമാക്കി കൊടുക്കുന്നു. സൂറ 27-ന്റെ 4-ൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വഴിപിഴച്ച് വിഹരിക്കുവാൻ അല്ലാഹു അവരുടെ ചെയ്തികളെ ആകർഷമാക്കി കൊടുക്കുന്നു. സൂറ 22-ന്റെ 4-ൽ ചെകുത്താനോ തന്നെ മിത്രങ്ങളായി സ്വീകരിക്കുന്നവരെ തീർച്ചയായും വഴിപിഴപ്പിക്കുകയും നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സൂറ 19-ന്റെ 86-4-ന്റെ നരകത്തിലേക്ക് നയിക്കുന്നു. 169 അല്ലാഹു സത്യനിഷേധികളെ. അപ്പൊ നരകത്തിലേക്ക് നയിക്കണമെങ്കിൽ നായകൻ മുന്നിൽ പോണ്ടേ, പിന്നല്ലേ ബാക്കിയുള്ളവർ വരിക. സൂറ 7-ന്റെ 14-ൽ പിശാച് പിന്നിലൂടെ മനുഷ്യരെ വലയം ചെയ്യുന്നു. സൂറ 85-ന്റെ 20-ൽ അല്ലാഹു പിൻപിലൂടെ മനുഷ്യരെ വലയം ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും വലയം ചെയ്യാൻ മിടുക്കരാണ്. സൂറ 4-ന്റെ 120-ൽ പിശാച് സത്യനിഷേധികളെ വഞ്ചിക്കും. ശ്രദ്ധിക്കണം, വഞ്ചിക്കും. സൂറ 4-ന്റെ 142-ൽ അല്ലാഹു സത്യനിഷേധികളെ വഞ്ചിക്കും. സൂറ 29-ന്റെ 54-ൽ നരകം സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 2-ന്റെ 19-ൽ അല്ലാഹു സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 4-ന്റെ 76-ൽ ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 4-ന്റെ 84-ൽ അല്ലാഹുവിന്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 36-ന്റെ 62-ൽ അനേകം ആളുകളെ പിശാച് നശിപ്പിച്ചു.
സൂറ 77:16 അനേകം ആളുകളെ അള്ളാഹു നശിപ്പിച്ചു. സൂറ 3:175 പിശാച് തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 3:151 അള്ളാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 6:68 പിശാച് മറവി ഉണ്ടാക്കും. സൂറ 74:56 അള്ളാഹു മറവി ഉണ്ടാക്കും. സൂറ 4:76 പിശാച് കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. സൂറ 6:123 അള്ളാഹു കുതന്ത്രം ഉണ്ടാക്കിക്കുന്നവനാണ്. സൂറ 7:184 അള്ളാഹു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു. സൂറ 38:41 തിന്മകൾ സാത്താനിൽ നിന്നും വരുന്നു. സൂറ 4:79 തിന്മകൾ അള്ളാഹുവിൽ നിന്നും വരുന്നു. ഈ 13 സാദൃശ്യങ്ങൾ നോക്കുമ്പം സ്വഭാവം വെളിപ്പെടുത്താതിരിക്കുവോ? പിന്നെ ക്രിസ്ത്യാനികൾ അവർ ശാന്തന്മാരും മറ്റുള്ള ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ തന്നെ വേണം. സ്നേഹത്തിലേ സത്യം സംസാരിക്കാവൂ. സത്യമായിരിക്കണം സംസാരിക്കുന്നത്. സത്യം സംസാരിച്ചിരിക്കണം. അത് സ്നേഹത്തിൽ സംസാരിച്ചേ പറ്റൂ. അതിനാരെങ്കിലും കോപിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഒരു കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം, അവൻ സ്നേഹവാനായ ദൈവമാണ്. അവൻ സ്നേഹമുള്ളത് കൊണ്ടാണ് ജനത്തെ തൻ്റെ മക്കളാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ മക്കൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് നിത്യസ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് അവകാശമുള്ളൂ. എനിക്ക് ഒരു ഭാര്യയും 3 മക്കളുമുണ്ട്. അപ്പം എൻ്റെ 3 മക്കൾക്കും ഞാൻ കിടക്കുന്ന കിടപ്പറയിലും കിടക്കയിലും കിടക്കുവാനുള്ള പൂർണ്ണ അധികാരവും അവകാശമുണ്ട്. കാരണം അവരുടെ പിതാവാണ് ഞാൻ. എന്നാൽ എനിക്കൊരു ദാസനുണ്ടെന്ന് വിചാരിക്കുക, എനിക്കൊരു വേലക്കാരനുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അടിമയുണ്ടെന്ന് വിചാരിക്കുക. അവൻ എൻ്റെ വീടിനകത്ത് പ്രവേശിച്ചേക്കും ഞാൻ അനുവാദം കൊടുത്താൽ. ഇല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും എൻ്റെ ഔട്ട് ഹൗസിൽ എവിടെയെങ്കിലും താമസിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കേണ്ടി വരും. ആ ഔട്ട് ഹൗസിൽ കിടക്കുന്നവൻ സ്വപ്നം കാണും. അവൻ്റെ ജീവിതത്തിൽ 2 ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്താണ്? ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവനിങ്ങനെ സങ്കല്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇങ്ങനെ പൊങ്ങി വരും. അതെന്തായിരിക്കും? ഒരല്പം മദ്യം കിട്ടിയിരുന്നെങ്കിലോ, അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ കിട്ടിയിരുന്നെങ്കിലോ. അപ്പോൾ ആ അടിമ എന്നുള്ള നിലയിൽ അവൻ്റെ മനസ്സിൽ നിന്നും ഉയർന്നു വരുന്ന സങ്കല്പങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അവൻ സ്വർഗത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കി. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആ സ്വർഗമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കന്യകമാർ, മദാലസുകൾ താളിയുമായിട്ട് വന്നു കൊണ്ട് തരുന്നതായ പരിപാടി. കഴിഞ്ഞില്ല, ഇരുന്നാട്ടെ അമ്മ ഇരുന്നാട്ടെ, കഴിഞ്ഞില്ല, ഒരു 10 മിനിറ്റ് വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ഇത് എപ്പോഴും ഒന്നുമില്ലല്ലോ. ഇതേപോലത്തെ നല്ല പ്രഭാഷണമൊക്കെ നിങ്ങൾക്ക് ആ വയല് കേൾക്കാൻ പോണ്ടി വരും കേൾക്കണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ പരിപാടി ഇവിടെ ക്രമീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തായിട്ടില്ല എറണാകുളത്തുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര്, അവരുടെ അഹോരാത്രമായിട്ടുള്ള പ്രയത്നം അത് ഫലപ്രദമായി. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം തരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കൂടാതെ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സെബാസ്റ്റ്യൻ സാറ്, സാക്ഷിയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച സെബാസ്റ്റ്യൻ സാറ്, അതുപോലെ ബ്രദർ ജോൺസൺ, അതുപോലെ റോയ് വി പോൾ സാറ്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അവരോട് ചേർന്നുള്ള അനേക സഹോദരങ്ങൾ രാപ്പകൽ ഇതിനു വേണ്ടി അധ്വാനിച്ചു. നിങ്ങളുടെ പ്രയത്നങ്ങളെ കർത്താവ് മാനിക്കട്ടെ. ഇതേപോലുള്ള വേദി ഒരുക്കി തന്നതിനുള്ള നന്ദിയും നിങ്ങൾക്ക് അറിയിക്കുകയും വന്ന് കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഒറ്റ വാക്കിൽ എന്റേതായിട്ടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾക്കുള്ള അവസരമായിട്ട് മാറ്റുകയാണ്. പൊതുചോദ്യോത്തരത്തിന് അവസരം നൽകുകയാണ്. ചോദ്യങ്ങൾ പറയാനുള്ള അവസരമില്ല, എഴുതി തരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വോളണ്ടിയേഴ്സായ സഹോദരന്മാർ ചിലർ ദയവായി മുൻപോട്ട് വരിക. വോളണ്ടിയേഴ്സായ ചില സഹോദരന്മാർ മുൻപോട്ട് വരികയാണ്. പൊതുചോദ്യോത്തരത്തിന് അവസരം നൽകുകയാണ്. ചോദ്യങ്ങൾ പറയാനുള്ള അവസരമില്ല, എഴുതി തരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വോളണ്ടിയേഴ്സായ സഹോദരന്മാർ ചിലർ ദയവായി മുൻപോട്ട് വരിക. വോളണ്ടിയേഴ്സായ ചില സഹോദരന്മാർ മുൻപോട്ട് വരിക. ഈ സംവാദത്തിൽ നിന്ന് അവരെന്തുകൊണ്ട് മാറി എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമുള്ള നോട്ടീസാണ്. ഇവരുടെ പകല് നമ്മളിങ്ങോട്ട് യോഗത്തിന് വന്നപ്പോൾ അവരവിടെ നിങ്ങോട്ട് വിതരണം ചെയ്തായിരുന്നു. അതിനുള്ള മറുപടി ഈ നിങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്ന നോട്ടീസിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചോണ്ട് പോകണം. ദയവായി മുസ്ലിം സഹോദരന്മാരാണെങ്കിലും ഖുർആൻ മലയാളത്തിൽ ഒന്ന് വായിക്കണം. അറബിയിൽ പഠിച്ച് അറബിയിൽ വായിക്കുക മാത്രമല്ല, നിങ്ങൾ ദയവായി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ താഴ്മയായ അപേക്ഷ. ബൈബിൾ വായിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഇത് വായിക്കുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള 2 പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്വം തൗറാത്തിൽ, ഇഞ്ചിയിൽ, ഖുറാനിൽ, ഈ വിഷയത്തെ സംബന്ധിച്ചാണ്
രണ്ടുപേരും പ്രഭാഷണം നടത്തിയത്. ഇതിൻ്റെ കൺക്ലൂഷനായി പറയുന്ന ഒറ്റ വാക്കി പറയാം: ഐക്യത, വ്യത്യസ്തത. ഇത് രണ്ടുമായിരുന്നല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഒരു കാര്യം ക്ലിയറാണ്, ഖുർആനും വേദപുസ്തകവുമായി ദൈവീക വിഷയത്തിൽ യാതൊരു ഐക്യതയും ഇല്ല. ഉള്ളത് വ്യത്യസ്തതകൾ മാത്രം. ആ വ്യത്യസ്ത വെച്ചുകൊണ്ട് ഒരു കാരണവശാലും വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഖുർആനിലെ അള്ളാഹുവാണ്, ബൈബിളിലെ ദൈവമെന്ന് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ സഹോദരന്മാർ ഇതുവരെ ധരിച്ചിരുന്ന ധാരണകളെല്ലാം തെറ്റിദ്ധാരണകളാണെന്നും അത് നിങ്ങൾ തിരുത്തണമെന്നും അപേക്ഷിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളാരും കണ്ടുപിടിച്ചതല്ല. പ്രേമത്തിലൂടെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ സ്നേഹം നടിച്ച് അവരെ ഇസ്ലാം മതത്തിൽ ചേർക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന കാര്യം മനോരമ, കേരള കൗമുദി, കലാകൗമുദി ആദിയായ പത്രങ്ങൾ, മാസികകളിലൂടെയും വാരികളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിച്ച് പഠനത്തിലിടുക. പ്രേമിക്കുന്നതെല്ലാം ജീവിക്കാൻ വേണ്ടിയല്ല, കുരുക്കനാക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മക്കളെ വിടണം എന്നൊരു അപേക്ഷയും കൂടെ ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു ചോദ്യത്തിന് എന്നോടുള്ള പേഴ്സണൽ ചോദ്യമായതുകൊണ്ട് മറുപടി പറയട്ടെ. ഒരു സമുദായം ആരാധിക്കുന്ന ദൈവത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഒരച്ഛന് പറഞ്ഞിട്ടുള്ളതാണോ? നിങ്ങൾ അവസാനം സൂറ 25-26 എന്നിങ്ങനെ വിശേഷിപ്പിച്ചതല്ലാതെ വ്യക്തമാക്കിയില്ല. ചില അക്ഷരപ്പിശകുകൾ വരാൻ കാരണം അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും, കാരണം ഞാൻ അറബി പഠിച്ചവനല്ല, ഞാൻ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ നൈപുണ്യമുള്ളവനല്ല. എന്നാൽ അറബി ഭാഷ നന്നായി പഠിച്ച 2 വ്യക്തികളിവിടെ ഉണ്ട്. അവരാണ്, അതിൽ അസ്കർ ബ്രദറാണ് എൻ്റെ ഗുരുസ്ഥാനി. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായം ആരാധിച്ചു പോരുന്നവനായ യേശുവിനെ കുറിച്ച് മദ്യം വിളമ്പുന്നവനാണെന്ന് പറയുന്നത് എൻ്റെ സ്നേഹിത ശരിയാണോ? MM അക്ബർ സാഹിബിനെ നിങ്ങൾ വിലക്കാതിരുന്നാൽ ഇതേപോലുള്ള സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾക്കത് വേദനിക്കും, ഞങ്ങൾക്കും വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവം എന്തുകൊണ്ട് ഇസ്ലാം മതം സംഹിതകൾ വിശ്വസിക്കാൻ അവരെ അനുവദിക്കുന്നു? ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ചിന്തകളിൽ ഒരിക്കലും കൈകടത്താറില്ല. നന്മയും തിന്മയും എല്ലാം ലോകത്തിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കാനുള്ള അവസരവും മനുഷ്യനുണ്ട്. ദൈവം അനുവദിച്ചതല്ല. ഒരു വാക്യം കൊണ്ട് പോലും ഇസ്ലാം മതം വിശ്വസിക്കാൻ ദൈവം അവരെ അനുവദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് ആ ഒരു വാചകം പറയാൻ പോലും പറ്റും. ദൈവം അനുവദിക്കുന്നതല്ല. വേദപുസ്തകത്തിൻ്റെ വാക്യം അനുസരിച്ച് വേദപുസ്തക സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമല്ല അത് അനുവദിക്കുന്നത്, പിശാചാണ് അത് അനുവദിക്കുന്നതെന്നാണ് വേദപുസ്തകം വിളിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ ഉണ്ടായത് ഏത് വർഷം? ബൈബിൾ ലഭിച്ചത് ഏത് വർഷം, ഏത് കാലം മുതൽ? ബൈബിളിൽ നിന്നും ഖുർആൻ കടമെടുത്തിട്ടില്ലേ? ഇത് സിമ്പിളായ ഒരു ചോദ്യമാണ്. ബൈബിളിൻ്റെയും വളരെ ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. ബൈബിളിൻ്റെയും ഖുർആൻ്റെയും കാലങ്ങൾ തന്നെ ഇവിടെ ജെറുസാർ പറഞ്ഞു 23 വർഷത്തെ കാലയളവിലാണ് 6666 സൂക്തങ്ങളും മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നത്, വെളിപ്പാട് കിട്ടുന്നത്. 23 വർഷം, ഒരാൾ 23 വർഷം മനസ്സിലായി കാണുമല്ലോ. അത്രയും കൊണ്ട് കിട്ടുന്നതാണ് ഖുർആൻ. അതേസമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരനും തമ്മിലുള്ള കാലയളവെന്ന് പറയുന്നത് 1600 വർഷമാണ്. ഈ 1600 വർഷത്തിൻ്റെ ഇടയ്ക്ക് 40-ലധികം എഴുത്തുകാർ വ്യത്യസ്ത നിലവാരത്തിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത ജീവിത തലങ്ങളിൽ, വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ആയിരുന്ന വ്യക്തികൾ ഒരുമിച്ച് ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതിയതാണ് വിശുദ്ധ വേദപുസ്തകം. അതിനകത്ത് എനിക്ക് ഒത്തിരി ആവേശമുള്ള കാര്യമെന്ന് പറയുന്നത്, ഇത്രയും വ്യക്തികൾ ഇത്രയും കാലക്കണക്കിന് വ്യത്യാസത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതിയിട്ടും ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം എഴുതിപ്പോയെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനകത്ത് തെറ്റുപറ്റി, അതിനകത്ത് അബദ്ധങ്ങൾ പറ്റി എന്ന് പറയുന്നത് തന്നെ അതിനേക്കാൾ നോക്കേണ്ടത് എങ്ങനെ ഇത് ഒന്നായി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മനുഷ്യന്റെ വീഴ്ചയിൽ തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യനെയും കൊണ്ട് പർദീസിലേക്ക് മടങ്ങി വരുന്ന ദൈവത്തിന്റെ മനോഹര ചിത്രത്തോടെ ബൈബിൾ അവസാനിക്കുമ്പോൾ
അതല്ലേ ദൈവികമെന്ന് പറയുന്നത്? ഇടിയുടെ മുഴക്കത്തിൽ സീനായി മലയിൽ വെച്ച് ദൈവം എഴുതി തുടങ്ങിയ ദൈവത്തിന്റെ വചനം പത്മോസ് ദ്വീപിൽ വെച്ച് ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാനെ കൊണ്ട് എഴുതി അവസാനിപ്പിച്ചു. അതിനപ്പുറത്തൊരു വെളിപ്പാടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ അവസാനത്തെ എഴുത്തുകാരൻ യോഹന്നാന്റെ എഴുത്തിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബിക്ക് വെളിപ്പാട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കടമെടുത്ത് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഒത്തിരിയും കാര്യങ്ങൾ അതിനകത്ത് കടമെടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്ഭുതങ്ങളില്ല. കടമെടുത്തത് പലതും അബദ്ധങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയെക്കുറിച്ച്, അതിന്റെ കാനോനികത്വത്തെക്കുറിച്ചുള്ള നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. When the word canon comes, കാനോൻ എന്നുള്ള പദം വന്നിരിക്കുന്നത് Hebrew means the measurement of truth. അതിന്റെ അർത്ഥം, ആ കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ വിശകലനം ചെയ്യുന്ന മാനദണ്ഡം എന്നാണ്. In other words, why do you choose these 66 books of the Bible? എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ 66 പുസ്തകങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. Even in the New Testament there were many gospels. പുതിയ നിയമ കാലഘട്ടത്തിൽ ധാരാളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. Then why you do choose 4 only? Then why you choose only 4 gospels? എന്നാൽ എന്തുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്? First, ഒന്നാമതായിട്ട് when we read the Luke chapter 24, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ verse 25 to 27 says, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, Jesus says, how foolish you are to believe in the books of prophets. Do you not know that I must die and raise from the dead? ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, എന്നെക്കുറിച്ച് തിരുവെഴുത്തുകളൊക്കെയും പറഞ്ഞത് വിശ്വസിക്കാത്ത വിഡ്ഢികളെ, മന്ദബുദ്ധികളെ എന്നാണ്. And then it says he explains about himself everything which is in the law of Moses, in the books of prophets, in the book of Psalm. തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ മോശ മുതൽ, മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരുന്ന എല്ലാം തന്നെ യേശു വിശദമാക്കി കൊടുക്കുന്നു. In Hebrew we say Torah, Nebim, Ketubim. Hebrew Torah, Nebim, Ketubim. അതായത് എബ്രായ ഭാഷയിൽ അതിനെ തോറ അല്ലെങ്കിൽ തൗറാത്ത് എന്ന് അറബിയിൽ പറയും. തോറ എന്ന് ന്യായപ്രമാണം എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ എഴുത്തുകൾ എന്നറിയപ്പെടുന്ന കെത്തൂബ്യം, പിന്നെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, which is the 39 books of the OT. ആ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്നാണ് 39 ഗ്രന്ഥങ്ങൾ. But someone can say even in Roman Catholic friends have some other books. എന്നാൽ ചില ആളുകൾ പറഞ്ഞിരിക്കാം കത്തോലിക്ക സഭയിലെ ബൈബിളിൽ ചില വേറെ പുസ്തകങ്ങളുണ്ട് എന്ന്. But in the second Maccabee chapter 2 verse 23 to 24 says, second Maccabee chapter 2 verse 23, രണ്ട് മക്കാബിയരുടെ പുസ്തകം ചാപ്റ്റർ 2 രണ്ടാം അധ്യായത്തിന്റെ verse 23 and 24, 23-24 വാക്യങ്ങളിൽ 232 says, അവിടെ പറയുന്ന കാര്യങ്ങൾ, that you wait for the true prophets until a true prophet arise. ഒരു സത്യപ്രവാചകൻ വരുന്നിടം വരെയും നീ കാത്തിരിക്കണം എന്ന് പറയുന്നു. It means the author of Maccabee, when he wrote, there were no true prophets. ആ മക്കാബിയന്മാര് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവര് യുദ്ധം ചെയ്ത കാലഘട്ടത്തിൽ അവിടെ സത്യപ്രവാചകന്മാരില്ലായിരുന്നു. Again in first Maccabee chapter 9 verse 27 says, and first Maccabee chapter 14 verse 41 says, wait until the true prophets will arrive. വീണ്ടും 1 മക്കാബിയർ 9:27 1 മക്കാബിയർ 4:46 നിങ്ങൾ സത്യപ്രവാചകൻ വരുന്നിടം വരെയും കാത്തിരിക്കുക എന്ന് പറയുന്നു. So the Roman Catholic Bible itself says that these additional books were written when the true prophets were not there. അതിന്റെ അർത്ഥം ആ ഉത്തമ കാനോനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നോൺ പ്രോഫറ്റിക്കൽ അപ്പോക്രിഫൽ ബുക്സ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ ആ കാലഘട്ടത്തിൽ സത്യപ്രവാചകന്മാരില്ലായിരുന്നു എന്ന് തന്നെ ആ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. Again in Luke chapter 24 verse 44 to 46 it says Jesus explained everything about himself which was in the law of Moses, in the books of prophets, in the book of Psalm. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിലെ ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താൻ തന്നെ എടുത്ത് തന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാം. So Jesus used only 39 books of OT. കാരണം യേശു കർത്താവ് പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങൾ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. അതായിരുന്നു യേശുവും പഠിപ്പിച്ചത്. And NT authors they quoted those 39 books 210 times. പുതിയ നിയമത്തിൽ 210 പ്രാവശ്യം ആ 39 പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ഉദ്ധരണികൾ എടുത്തിട്ടുണ്ട്. Jesus did not quoted any apocryphal books. ഒരു അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്നും യേശു കർത്താവ്
തന്റെ പഠിപ്പീരിൽ ഉപയോഗിച്ചിട്ടില്ല. Apostle did not quoted any apocryphal books. അപ്പോസ്തലന്മാർ പുതിയ നിയമം എഴുതിയ സമയത്ത് അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഉദ്ധരണികളായിട്ട് എടുത്തിട്ടില്ല. So Old Testament was decided by Christ as a 39 books. പഴയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ പഴയ നിയമത്തെ 39 പുസ്തകങ്ങളായിട്ട് പറഞ്ഞിരുന്നു. For the New Testament, Christians and the Catholic friends and Protestants have the same 27 books. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ സഹോദരന്മാര് കത്തോലിക്കരായിരുന്നാലും പ്രോട്ടസ്റ്റന്റ് ആയിരുന്നാലും ആരായിരുന്നാലും അവരെല്ലാവരും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളാണ് മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത്. So we have 66 books. അങ്ങനെ നമുക്ക് 66 പുസ്തകങ്ങളുണ്ട്. Now question for the MM Akbar. MM അക്ബറിനോടുള്ള നമ്മുടെ ചോദ്യം. Sahih al-Bukhari volume 6 in the book of virtue of Quran it says, സഹീ ബുഖാരിൽ 6:40 ഇങ്ങനെ പറയുന്നു, Prophet Muhammad ordained 4 people to write the Quran. പ്രോഫറ്റ് മുഹമ്മദ് പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി 4 പേരെ ഖുർആൻ എഴുതുവാനായിട്ട് ഫരമേൽപ്പിച്ചു. Ubayy bin Ka'b, അതിനകത്ത് ഉബൈദ് ഉണ്ടായിരുന്നു, Ibn Masud, ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, സബീർ ഉണ്ടായിരുന്നു, Mu'adh bin Jabal. ജബൽ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. Mu'adh bin Jabal and Salim were killed in the battle of Yamama. സലീമും മറ്റേ സഹോദരനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. But 2 people who remained, 2 പേർ മാത്രമേ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. Ibn Masud has in Quran 111 chapters. അത് 111-ാമത്തെ അധ്യായത്തിൽ സൂറയിൽ കാണാൻ സാധിക്കും. Ubayy bin Ka'b has 116 chapters. എന്നാൽ ഉബൈദിന്റെ ഖുറാനിലാകട്ടെ 116 അധ്യായങ്ങളും കാണാം, സൂറകളും കാണാം. MM Akbar is having 114 chapters. എന്നാൽ എന്തുകൊണ്ടാണ് MM അക്ബർ കൊണ്ടു നടക്കുന്ന ഖുറാനിൽ 114 സൂറകൾ മാത്രം? When Prophet Muhammad ordained these 2 authors, MM അക്ബർ when Muhammad ordained these 2 authors, 2 എഴുത്തുകാരെ പ്രവാചകനായ മുഹമ്മദ് നിയോഗിച്ചപ്പോൾ Ubayy bin Ka'b and Ibn Masud, ആ പറഞ്ഞ 2 പേരെ MM അക്ബർ മുഹമ്മദ് പ്രവാചകൻ നിയോഗിച്ചപ്പോൾ Ubayy bin Ka'b has 116 chapters in the Quran. ഉബൈയുടെ ബൈബിളിൽ ഖുറാനിൽ 116 സൂറകൾ അധ്യായങ്ങളുണ്ട്. And Ibn Masud only 111 chapters. എന്നാൽ മസൂമിന്റെ ആകട്ടെ 111 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. Akbar believes Quran was written in heaven. അപ്പോൾ അക്ബർ സാഹിബ് പറയുന്നത് ഖുറാൻ സ്വർഗത്തിൽ എഴുതി In വെച്ചിരിക്കുന്നതാണെന്ന്. heaven it was 111 chapter or 116 chapter. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് 116 അധ്യായങ്ങളാണോ അതോ 111 ആണോ? അതിന്റെ ഇടയ്ക്കെങ്ങാനും വല്ലതും നഷ്ടപ്പെട്ടോ കൂട്ടിച്ചേർത്തോ? Who gave him authority to choose 114 chapter? എന്നാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഖുറാനിൽ 114 സൂറകൾ ഉപയോഗിക്കാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? As for Christian, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് Jesus says യേശു ക്രിസ്തു പറയുന്നു in Luke chapter 24 verse 27 and 44 to 46. വളരെ വ്യക്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 24-46 മുതൽ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, Only Torah, Nebim, Ketubim, 39 books are divine inspired and we Christian believe in it. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അത് മാത്രമാണ് കർത്താവ് തന്നെ എടുത്ത് ഉദ്ധരിച്ച Where കാര്യം. Allah says in Quran that only 114 chapters are there. എവിടെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് 114 സൂറകളാണ് ഞാൻ ഖുറാനിൽ തന്നിരിക്കുന്നതെന്ന്? Where Muhammad says 114 chapters are there. മുഹമ്മദ് നബി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് 114 അധ്യായങ്ങൾ സൂറകൾ ഖുറാനിൽ ഉണ്ടായിരിക്കുമെന്ന്? How do you decide it? എങ്ങനെയാണ് നിങ്ങളിത് തീരുമാനിച്ചിരിക്കുന്നത്? Sahih al-Bukhari volume 6 hadith number 510 to 514 says, സഹീഹ് ബുഖാരി 5-ാമത്തെ അതിന്റെ വോള്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, there were many Qurans. ഒരുപാട് ഖുറാനുകൾ ഉണ്ടായിരുന്നു. And I have here 28 Qurans. 28 ഖുറാന്റെ പേരുകൾ എന്റെ പേക്കലുണ്ട്. Can Akbar take this challenge? MM അക്ബർ സാഹിബ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാമോ? We are right now in Akbar house. We are right now in Akbar house, his hometown. ഇന്ന് MM അക്ബർ സാഹിബ് താമസിക്കുന്ന പട്ടണത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. When he has 28 Qurans, അദ്ദേഹത്തിന് 28 ഖുറാൻ പരിഭാഷകൾ ഉള്ളപ്പോൾ why Usman burnt all the Quran and he made one Quran? എന്തുകൊണ്ടാണ് ഉസ്മാൻ ആ ഖുറാനുകളെല്ലാം കത്തിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ഖുറാൻ എഴുതിയത്? Can MM Akbar dare to come and have a discussion on the topic? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് MM അക്ബർ സാഹിബ് ഞങ്ങളുമായിട്ട് ഒരു സംവാദം നടത്തുവാൻ തയ്യാറാണോ? He really believes his Quran to be true. അദ്ദേഹത്തിന്റെ ഖുറാൻ
ദൈവികമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് കിട്ടിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംവാദത്തിനായിട്ട്. We have some second question. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, about Trinity. തൃത്വത്തെ കുറിച്ചുള്ള സംശയം. It says, where is the word Trinity? എവിടെയാണ് വേദപുസ്തകത്തിൽ തൃത്വം എന്നുള്ള പദമുള്ളത്? We live in a scientific age. നമ്മള് ഈ ശാസ്ത്രീയ യുഗത്തിലാണ് ജീവിക്കുന്നത്. In this scientific age, ഈ ശാസ്ത്രീയ കാലഘട്ടത്തിൽ we want reason for every belief. എല്ലാ വിശ്വാസത്തിനും കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ്. For scientific community, ശാസ്ത്രീയ കാര്യങ്ങളെ പഠിക്കാനായിട്ട് believe in anything, they demand concept, not the word. അവർക്ക് അതിന്റെ തെളിവുകളാണ് ആവശ്യം, വാക്കുകൾ മാത്രമല്ല. For example, Sir Isaac Newton, he discovered the concept of gravitational law. The word gravitation was not in the dictionary when he discovered. ഈ ഭൂഗുരുത്വ ശാസ്ത്രം കണ്ടെത്തിയതായിട്ടുള്ള സർ ഐസക് ന്യൂട്ടൺ എന്നുള്ള അദ്ദേഹം ആ ഭൂഗുരുത്വ കൺസെപ്റ്റ് കണ്ടെത്തിയ സമയത്ത് അങ്ങനെ ഒരു പദം ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. Bulb Edison, when he discovered the electricity was but not in the dictionary. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിസിറ്റി കണ്ടെത്തിയ സമയത്ത് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു പദം ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. So can you say, because the electricity word was not in dictionary, I will not believe in electricity itself? ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു പദം ഡിക്ഷണറിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി വിശ്വസിക്കുകയല്ലെന്ന് സഹോദരാ നീ പറയുമോ? If you say like this, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, can we give one shock of electricity to you? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോക്ക് തന്നിരിക്കും ഇലക്ട്രിസിറ്റി In കൊണ്ട്. the same manner, അതേപോലെ Father Ignatius was the first man who wrote the word Trinity in his seventh letter to Ephesus. എഫെസോസുകാർക്ക് എഴുതിയ 7ാമത്തെ ഇതിൽ ആ കത്തിനകത്ത് സഭാപിതാവിൽ ഒരാള് തൃത്വം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. He says, when I say Trinity, I mean there are 3 persons, and we can see during the baptism of Christ in Matthew chapter 3 verse 15 to 17, when Christ took baptism, he was on the earth, Holy Spirit came in the form of dove, and Father spoke from heaven. So he says, I mean there are 3 persons, they were exist during the baptism of Christ. അദ്ദേഹം ആ കത്തിനകത്ത് വിശദമാക്കിയത് എങ്ങനെയാണ്, പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രി ഏക ദൈവം, ആ ദൈവം ത്രി ഏകനായിരിക്കുന്ന ദൈവം ഭൂമിയിൽ യേശു ക്രിസ്തുവായിട്ട് സ്നാനപ്പെടുവാനായിട്ട് വന്ന സമയത്ത് തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിച്ചു. ഏകദൈവത്തിലുള്ള 3 വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ആ കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. But question is, who discovered the concept of Trinity? ആരാണ് തൃത്വം എന്നുള്ള പദം കണ്ടെത്തിയെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, In Matthew chapter 22 41 to 46 says, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, Jesus asked a question, what do you think about me? Who is the son of Messiah? നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? മശിഹ ആരുടെ പുത്രനാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് കർത്താവ് ജനത്തോട് ചോദിച്ചു. They said, you are the son of David. ഉടനെ തന്നെ അവർ പറഞ്ഞത്, നീ ദാവീദിന്റെ പുത്രനാകുന്നു. Jesus quoted Psalm 110 verse 1, and he says, David says in the spirit of the inspiration that Lord said to my Lord, sit at my right hand until I put your enemy to your footstool, and he was inspired by the Holy Spirit. So Jesus says, Lord said to my Lord, there are 2 lords, and message was brought by the Holy Spirit. So the concept of these 3 persons was revealed on the David. It is not the Christian doctrine. അതേ ചോദ്യത്തിന് കർത്താവ്, അവർ പറഞ്ഞ മറുപടിക്ക് കർത്താവ് ഉത്തരം കൊടുക്കുന്നത് മറുചോദ്യമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ പറയുന്നവനായ ഒരു കർത്താവ്, ആ കർത്താവ് വിളിക്കുന്ന വേറൊരു കർത്താവ്, ദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കുന്നു. ആ ദൂത് അയക്കപ്പെട്ടതായ ആത്മാവ്. അപ്പൊ ത്രി ഏക ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിരുന്നു. And Jesus did not discuss with ordinary people. He discussed with the experts of religion, Sadducees and Pharisees, who were the master of law. And verse 46 says, that day onwards, no one was dare to ask the question. It means Christ's interpretation was so excellent. യേശു കർത്താവ് സംസാരിച്ചത് സാധാരണപ്പെട്ട ജനങ്ങളോടല്ല. അവിടെ യഹൂദന്മാരുടെ വേദജ്ഞാനികളായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ശാസ്ത്രിമാരും സാധുക്യ പ്രമാണികളുമായിട്ടുള്ള ആളുകളോടാണ് കർത്താവ് സംസാരിച്ചത്. അതിന്റെ 22-ാം അധ്യായം മത്തായി 22-ന്റെ 46-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, അന്ന് മുതൽ അവർ ആരും അവനോട് ഒരു ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞില്ല. കാരണം അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നത്
ഒന്നുകൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. David discovered the concept of three person. ആ തൃത്വം എന്നുള്ള ആ ആശയം അത് വേറെ ആരും തന്നെ കൊണ്ടുവന്നല്ല, വേദപുസ്തകത്തിലുള്ളത് തന്നെയാണ്. Christ argued and established. കർത്താവ് അത് ദാവീദ് പറഞ്ഞായിട്ട് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. Apostle preached and Father Ignatius wrote it down. ഫാദർ ഇഗ്നേഷ്യസ് അത് എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പോസ്തലന്മാർ അത് പ്രസംഗിച്ചിരുന്നു. Now question is for M.M. Akbar. ഇപ്പോൾ ഞങ്ങൾ M.M. അക്ബർ സാഹിബിനോട് ചോദ്യം ചോദിക്കുകയാണ്. In his Quran it says, Quran chapter 29 verse 46 say, your God and our God is same God. സൂറ 29:46 പറയുന്നു, നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാകുന്നു എന്ന്. So God of David revealed Trinity concept on David. ദാവീദിന്റെ കാലഘട്ടത്തിൽ തന്നെ ദാവീദ് സബൂർ എഴുതിയപ്പോൾ ത്രിത്വത്തിന്റെ ആശയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. If same God was the God of Muhammad, മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ടതായ അതേ ദൈവമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമെങ്കിൽ, then in Quran chapter 4 verse 171 Muhammad denies the Trinity. സൂറ 4:171 മുഹമ്മദ് നബി തൃത്വം എന്നുള്ള പദത്തെ തിരസ്കരിക്കുന്നു. അല്ലാഹു തന്നെ അതിനെ തിരസ്കരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. Moreover, in Quran chapter 5 verse 116 and 17 Allah asked Jesus, or he will ask Jesus, did you say to mankind worship me and my mother, two gods beside Allah? സൂറ 5 chapter 5 verse 116 and 17 116, 117 ആയത്തുകളിൽ അന്ത്യ ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കാനിരിക്കുകയാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാനിരിക്കുകയാണ് ഈസയോട്, നീ എന്നെ കൂടാതെ നിന്റെ മാതാവിനെയും എന്നെയും, അതായത് ഈസയും ദൈവങ്ങളായിട്ട് ആരാധിക്കുവാൻ പറഞ്ഞുവോ എന്ന്. and Jesus says no. യേശു കർത്താവ് അപ്പൊ പറഞ്ഞിട്ടില്ല. Here is a many question. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. Is Allah omniscient? അല്ലാഹു സർവജ്ഞാനിയാണെങ്കിൽ, if Jesus said and he is omniscient, then he would have known in the first century. അല്ലാഹു ഈസ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് തന്നെ ചോദിക്കണമായിരുന്നു, ഈസയോട് നേരിട്ട് ചോദിക്കണമായിരുന്നു. Second, he says Trinity means Father, Allah, Jesus Son and Mary Mother. I wonder Allah got this idea from where? Which Bible? Even Roman Catholic Bible doesn't have this concept. How Allah got this idea in his mind? അപ്പോൾ അല്ലാഹു വീണ്ടും ചോദിക്കുന്നത്, നീ, ഞാന്, നിന്റെ അമ്മ, ഇങ്ങനെയുള്ള 3 ദൈവങ്ങൾ എന്നുള്ള അതാണ് തൃത്വം എന്നുള്ള ഐഡിയ അല്ലാഹുവിന് ആരാ പറഞ്ഞു കൊടുത്തത്? And if M.M. Akbar can, we wish him, we want him at any cost to come and have a discussion. He has spoken so much and he is hiding. If he can come, it will be really appreciated. M.M. അക്ബർ സാഹിബ് ഇതുപോലുള്ളൊരു വേദിയിലേക്ക് വരികയാണെങ്കിൽ സാദരപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് വരുവാനായിട്ട്. അദ്ദേഹം എന്തിനാണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നതുമില്ല. Yeah, there are some other questions. We will deal each one up. ഒരു കൊച്ചൊരു ഉത്തരം പറയാണ്. 2 മുസ്ലിം സഹോദരങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിരുന്നില്ല, അവർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന്. ഇപ്പം സംസാരിച്ച ആൾ അസ്ഗർ അലിയാണ്, മറ്റേത് അബ്ദുൽ ഹാലിമാണ്. ഇച്ചിരി മുമ്പ് നമുക്ക് അറബി ഭാഷയിൽ ബൈബിൾ വായിച്ചത്, അദ്ദേഹവും സംസാരിക്കുന്നതായിരിക്കും. Yeah, someone has asked about journey of the Prophet Muhammad. മുഹമ്മദ് പ്രവാചകന്റെ യാത്രയെ പറ്റി ചിലർ ചോദിച്ചു. In one night he was sleeping, he got one dream. ഒരു രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കിട്ടി. It is in Quran chapter 17. അത് ഖുർആൻ 17 സൂറ 17 17 Subhanalladhi asra bi abdihi laylan min al-masjid al-haram ila al-masjid al-aqsa ke God who took his prophets from Masjid Haram to Masjid Aqsa, Makkah to Jerusalem. സൂറ 17 പറയുന്നത് പ്രവാചകനെ മെക്കയിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോയി എന്നാണ്. And this brother has asked about this, it was the political, so I don't think it was political or something. അതിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഈ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമായി ഒന്നും ഞാൻ കാണുന്നില്ല. This dream is very long. ഈ സ്വപ്നം വളരെ ദീർഘമായതാണ്. It is not clear in the Quran. ഖുറാനിൽ അത് വ്യക്തമായിട്ടില്ല. If you read hadith, ഹദീസിൽ നാം വായിക്കുകയാണെങ്കിൽ then you can understand what Muhammad had did on that time. ഹദീസിൽ നാം വായിക്കുകയാണെങ്കിൽ മുഹമ്മദ് അന്ന് എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. But it is very funny story. If you read it, you will enjoy also. വളരെ രസകരമായ ഒരു കഥയാണത്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതിലുണ്ടാവും. Thank you. സമയത്തിന്റെ പരിമിതി മൂലം ചില ചോദ്യങ്ങൾ വളരെ ചുരുക്കമായി ഞാൻ ഉത്തരം പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ക്രിസ്തു മതത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റി
പറയുന്നുണ്ടല്ലോ, ബൈബിളിൽ പ്രതിപാദിച്ച പ്രവാചകന്മാർ മുഴുവൻ പുരുഷന്മാരാണ്, എന്തുകൊണ്ട് സ്ത്രീ പ്രവാചകന്മാർ ഇല്ലാതെ പോയി? അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം അതിന്റെ 9 വാക്യം. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ലോകം പന്നിപ്പനി ഭീഷണിക്കിരിക്കെ പന്നിമാംസം വർജിക്കാൻ ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ക്രിസ്തുമതം പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ട്? പന്നിപ്പനിയും പന്നിമാംസവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ആദ്യം ചിലർ തെറ്റിദ്ധരിച്ചിരുന്നിരിക്കാം. ചോദ്യകർത്താവ് ആ തെറ്റിദ്ധാരണയിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ശാസ്ത്രീയമായി പന്നിപ്പനിയും പന്നിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുമാത്രമല്ല ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി. പഴയ നിയമത്തിൽ പന്നിയെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ ഞങ്ങൾ എന്തുകൊണ്ട് അത് അനുവദിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. പഴയ നിയമം വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം 14 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്നത്, നിങ്ങളെ ഞാൻ സകല രാഷ്ട്രങ്ങളിൽ നിന്നും സകല ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു. ലേവ്യ പുസ്തകം 20 അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ദൈവം പറയുന്നത്, നിങ്ങളെ ഞാൻ വേർപെടുത്തി എടുത്തിരിക്കുന്നത് കൊണ്ട് വേർപാടിന്റെ ഒരു ചിഹ്നമായിട്ട് ഞാനിത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം അതിന്റെ 9 മുതൽ 29 വരെ വാക്യങ്ങളിലും 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന് ദർശനം കിട്ടുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനോട് ദൈവം പറയുന്നത്, ഞാൻ ഒരു ജാതിയെയും ഇനി മുതൽ എല്ലാ ജാതികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ ചിഹ്നവും മാറ്റിയിരിക്കുന്നു. ബൈബിൾ ആദ്യം അത് കൊടുത്തപ്പോൾ അതിന്റെ കാരണം കൊടുത്തു. ബൈബിൾ രണ്ടാമത് മാറ്റിയപ്പോൾ യുക്തിപരമായ ഒരു കാരണവും മുമ്പോട്ട് വെച്ചു. ഇത് രണ്ടും വായിക്കാതെ ഖുറാൻ മാത്രം വായിച്ചുകൊണ്ട് പന്നിയെ മാത്രം നിങ്ങൾ വിലക്കുന്നത് എന്ത്? ഒട്ടകവും വിലക്കേണ്ടതാണ്. ഒട്ടകത്തെയും ബൈബിൾ നിരോധിച്ചിട്ടുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ പന്നിയെ നിരോധിച്ച ഭാഗത്ത് തന്നെ ഒട്ടകത്തെയും നിരോധിച്ചിട്ടുണ്ട്. ഒട്ടകം മ്ലേച്ഛകരമായ ഒരു മൃഗമാണ് യഹോവയുടെ ദൃഷ്ടിയിൽ. അങ്ങനെയെങ്കിൽ ഇസ്ലാം ഒട്ടകത്തെ കഴിക്കുന്നത് എങ്ങനെ? ഒട്ടകം സകല മൃഗങ്ങളെക്കാളും 7 ഇരട്ടി വിശുദ്ധിയുള്ളതാണെന്ന് ഖുറാൻ പറയുമ്പോൾ ഖുറാനും ന്യായപ്രമാണത്തെ ഖണ്ഡിക്കുന്നില്ലേ? അതിനുള്ള കാരണം എന്താണ്? ഞങ്ങൾ യുക്തിപരമായി കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതുപോലെ നിങ്ങൾ യുക്തിപരമായി ഒരു കാരണമെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധമായ ദൈവം എന്ന് പറയുന്നത് ശരിയാണോ? പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്നതല്ലേ ശരി? പുതിയ നിയമത്തിൽ തന്നെ 2 രീതിയിൽ പറഞ്ഞാലും പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എങ്ങനെ പറഞ്ഞാലും ആശയം നിങ്ങൾക്ക് കറക്റ്റായി ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ തന്നെ പുത്രനെ ദൈവമെന്ന് വിളിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എബ്രായ ലേഖനം 1 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ പുത്രനോട്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. എബ്രായ ലേഖനം 1:8. ദൈവമേ നിന്റെ സിംഹാസനം, പുത്രനെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് എബ്രായ ലേഖനക്കാരൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തോട് നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കമായി പറഞ്ഞു പോവുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരു സംവാദം തന്നെ നടത്തിയിരുന്നു. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പേരിൽ ഞങ്ങൾ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാം പ്രഭാഷകർ ഒരേ ഉള്ള വേദിയിൽ തന്നെ ഞങ്ങൾ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൈദരാബാദിൽ വെച്ച് അത് ഇംഗ്ലീഷിലാണ് നടത്തിയത്. ഡിവിനിറ്റി ഓഫ് ജീസസ് ആൻഡ് മെസഞ്ചർഹുഡ് ഓഫ് മുഹമ്മദ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവികതയും മുഹമ്മദിന്റെ പ്രവാചകത്വവും കാസറ്റ് പുറത്ത് കിട്ടും. ആരെ കൃത്യമായി ഉത്തരം പറഞ്ഞു, ആർക്ക് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ ആ CD മേടിച്ച് വായിച്ച് നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെ മറ്റു ചോദ്യങ്ങളുണ്ട്. പാപത്തെ പറ്റിയും രക്ഷയെ പറ്റിയുമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനും CD പുറത്തുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം അതിനോടുള്ള ബന്ധപ്പെട്ടതായ ചോദ്യങ്ങൾ ഞാനിവിടെ ഉത്തരം പറയുന്നില്ല. കാരണം ഞങ്ങൾ പരസ്യമായി അവരുള്ള വേദിയിൽ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ഉത്തരത്തിന് മറുപടി പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യമല്ല, ഒരു സംവാദം റെഡിയാണെന്ന് പറഞ്ഞ സലീം എന്ന് പറഞ്ഞ ഒരാൾ ഒരു കത്ത് തന്നിട്ടുണ്ട്. ജെറിയോടോ ജോൺസൺ സാറിനോട് സംസാരിക്കുന്ന യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നോബിൾ പിന്മാറിയെന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന വിഷയം ദൈവിക നിയമം. ഇങ്ങനെ ദൈവിക നിയമം എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് സംവാദത്തിന് ഞങ്ങൾ റെഡിയല്ല. ഞങ്ങൾ പറഞ്ഞ് വളരെ ക്ലിയറായിട്ട് 13 വിഷയങ്ങൾ എഴുതി കൊടുത്തിരുന്നു. അതിനകത്ത് ഖുർആൻ്റെ ദൈവികത, ബൈബിളിൻ്റെ ദൈവികത, ഖുർആൻ്റെ ദൈവികത, മുഹമ്മദിൻ്റെ പ്രവാചകത്വം, ധാർമ്മികത ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സംവാദം നടത്താൻ എപ്പോഴും റെഡിയാണ്.
മാത്രമല്ല ഈ സംവാദം നടത്താൻ വരുന്നവരെ ഞങ്ങൾ റെഡിയാണെന്ന് വന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ നീച്ചിൻ്റെ ആൾക്കാരാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണം.